നാരായണ 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 സർവത്ര ഗോവിന്ദനാമസങ്കീർത്തനം ഗോവിന്ദ ഗോവിന്ദ. പീതാംബരം കരവിരാജിതശംഖചക്രകൗമോദഗീ സരസിജം കരുണാസമുദ്രം രാധാസഹായമതിസുന്ദരമന്ദഹാസം വാതാലയേശമനിശം ഹൃദി ഭാവയാമി. നമഃ ശിവാഭ്യാം നവയൗവനാഭ്യാം പരസ്പരാശ്ലിഷ്ടവപുർധരാഭ്യാം നഗേന്ദ്രകന്യാവൃഷകേതനാഭ്യാം നമോ നമഃ ശങ്കരപാർവതീഭ്യാം. നമോ നമഃ ശങ്കരപാർവതീഭ്യാം. ഗുരുഭ്യോ നമഃ. സർവത്ര ഗോവിന്ദനാമസങ്കീർത്തനം ഗോവിന്ദ ഗോവിന്ദ. എല്ലാ സജ്ജനങ്ങൾക്കും സാദര നമസ്കാരം. ശ്രീമദ് ഭാഗവതത്തിലെ പ്രഥമസ്കന്ധത്തിലെ 15-ാമത്തെ അധ്യായമാണ് ചിന്തിക്കേണ്ടത്. പാണ്ഡവന്മാരുടെ മഹാപ്രസ്ഥാനം. ഭാഗവതത്തിൽ ആദ്യം മഹാഭാരത കഥകളാണ് വർണ്ണിക്കുന്നത്. വളരെ പ്രസക്തങ്ങളായ കഥകൾ. ഭാരതത്തിലെ 2 ഇതിഹാസങ്ങളാണ് രാമായണവും മഹാഭാരതവും. ഭാരതത്തിൻ്റെ 2 നേത്രങ്ങൾ എന്ന് പറയാം. അതല്ലാതെ മൂന്നാമത് ഒരു നേത്രമാണ് ശ്രീമദ് ഭാഗവതം, പ്രജ്ഞാനത്തിൻ്റെ നേത്രം. വേദവേദാന്ത സാരമായി ഭാഗവതത്തെ പറയുന്നു. മറ്റു പുരാണങ്ങൾക്കൊന്നുമില്ലാത്ത പ്രത്യേകത, പ്രാധാന്യം ശ്രീമദ് ഭാഗവതത്തിനുണ്ട്. പ്രത്യക്ഷ കൃഷ്ണസ്വരൂപമാണ് ശ്രീമദ് ഭാഗവതം. ഏറ്റവും വലിയ പ്രാധാന്യം ഭാഗവതം എന്നത് ശാസ്ത്രം ആണ് എന്നാണ്. ഭാഗവത മാഹാത്മ്യത്തിൽ പ്രത്യേകം എടുത്ത് പറയുന്നുണ്ട്, ശ്രീമദ് ഭാഗവതം ശാസ്ത്രം. ശ്രീമദ് ഭാഗവതം എന്നത് ശാസ്ത്രമാകുന്നു. മറ്റു പുരാണങ്ങൾക്കൊന്നും ഈ ഒരു പ്രാധാന്യമില്ല. ഏറ്റവും വലിയ വിശേഷണമാണ് ഭാഗവതത്തിന് കൊടുത്തത്. ശ്രീമദ് ഭാഗവതം ശാസ്ത്രം. ശ്രീമദ് ഭാഗവതം എന്നത് ശാസ്ത്രമാകുന്നു. എന്താ ശാസ്ത്രം എന്ന് പറഞ്ഞാൽ? ആചാര്യന്മാർ ശാസ്ത്രത്തിന് നിർവചനം കൊടുക്കുന്നു. പ്രവൃത്തിർവാ നിവൃത്തിർവാ പുംസാം യേനോപദിശ്യത്തെ തദ്ധർമാശ്ചോപദിശ്യന്തേ ശാസ്ത്രം ശാസ്ത്രവിദോ വിദു. പ്രവൃത്തിമാർഗത്തെയും നിവൃത്തിമാർഗത്തെയും വിധി പോലെ പറഞ്ഞു തരുന്നത് എന്തോ അത് ശാസ്ത്രം. എങ്ങനെ ജീവിക്കണമെന്നും എങ്ങനെ ജീവിക്കരുത് എന്നും കൃത്യമായി നമ്മെ പഠിപ്പിക്കുകയാണ് ശ്രീമദ് ഭാഗവതം. അപ്പം അത്രയും പ്രാധാന്യമുണ്ട് ശ്രീമദ് ഭാഗവതത്തിന്. ജീവിതത്തിൽ ഒരു പ്രാവശ്യമെങ്കിലും ഭാഗവതത്തെ എടുത്തില്ല എങ്കിൽ അവനെ മനുഷ്യനെന്ന് പറയാൻ പറ്റില്ല. മാഹാത്മ്യത്തിൽ പ്രത്യേകം എടുത്ത് പറയുന്നുണ്ട്, യൗവന വനച്ഛേദേ കുഠാര. അമ്മയുടെ യൗവനത്തെ മുറിച്ചു മാറ്റിയ മഴുവാണ് എന്നാണ്. മനുഷ്യനെന്ന് പറയാൻ വയ്യ. അപ്പം അതുകൊണ്ട് ജീവിതത്തിൽ ഒരു പ്രാവശ്യമെങ്കിലും ശ്രീമദ് ഭാഗവതത്തെ ഉപാസിക്കണം. ഒരു പ്രാവശ്യം ഉപാസിച്ചാൽ പിന്നെ അടുത്ത് താഴെ വയ്ക്കാനും തോന്നില്ല. അതാണ് ഭാഗവതത്തിൻ്റെ പ്രത്യേകത, പ്രാധാന്യം. ഈ ശ്രീമദ് ഭാഗവതത്തിൽ ആദ്യ 2 സ്കന്ധങ്ങൾ, പ്രഥമം ദ്വിതീയം, അങ്ങനെ 2 സ്കന്ധങ്ങൾ
നല്ലൊരു ശ്രോതാവിൻ്റെയും വക്താവിൻ്റെയൊക്കെ ലക്ഷണം പറയാനാണ് മാറ്റിവെച്ചത്. ശരിക്കും ലക്ഷണയുക്തമായ ഭാഗവതം ആരംഭിക്കുക 3-ാം സ്കന്ധം മുതൽക്കാണ്. സർഗം എന്ന ലക്ഷണം പറയുന്ന തൃതീയ സ്കന്ധം മുതൽക്കാണ് ശ്രീമദ് ഭാഗവതം ശരിക്കും ആരംഭിക്കുന്നത്. ആദ്യ 2 സ്കന്ധങ്ങൾ ഒരു ശ്രോതാവ് എങ്ങനെയായിരിക്കണം, ഒരു വക്താവ് എങ്ങനെയായിരിക്കണം എന്നൊക്കെ പറയാൻ വേണ്ടിയാണ് ഉപയോഗിച്ചത്. പരീക്ഷത്തിനെ അവതരിപ്പിക്കാൻ വേണ്ടിയാണ് ഇത്തരം ഭാരതകഥകളൊക്കെ പറയുന്നത്. നേരത്തെ ഭക്തോത്തമനായിട്ടുള്ള ഭീഷ്മരുടെ കഥ നമ്മൾ കേട്ടു. ഇവിടെ ഇതാ പാണ്ഡവന്മാരുടെ മഹാപ്രസ്ഥാനം. അതിനു മുമ്പ് അർജുനൻ ശ്രീകൃഷ്ണ സ്മരണയിൽ മുങ്ങുന്നത് നമുക്ക് കാണാം. ഭഗവാന്റെ കൂട്ടുകാരനായ അർജുനൻ ഇടയ്ക്കൊക്കെ ദ്വാരകയിൽ പോയി താമസിക്കാറുണ്ട്. അവിടെ സുഖമായി താമസിക്കാറുണ്ട് ഭഗവാന്റെ അടുത്ത്. ഭഗവാന്റെ അടുത്തേക്ക് പോയ അർജുനൻ തിരിച്ചു വരുന്നില്ല. പല ദുർനിമിത്തങ്ങളും യുധിഷ്ഠിരൻ്റെ രാജ്യത്ത് സംഭവിക്കുന്നു. പല തരത്തിലുള്ള പ്രയാസങ്ങൾ, അശുഭങ്ങൾ അവിടെ നിറഞ്ഞു നിൽക്കുന്നു. എന്തൊക്കെയോ ആപത്തുകൾ വന്നു ചേരുന്നുണ്ട്. ആപത്തുകൾ വരുന്നതിൻ്റെ സൂചനകളാണ് ദുർനിമിത്തങ്ങൾ എന്നൊക്കെ പറയുക. അങ്ങനെ പലതും അവിടെ കാണാണ്ട് ആകെ മനപ്രയാസത്തിൽ ഇരിക്കുകയാണ് യുധിഷ്ഠിരൻ. അർജുനൻ അങ്ങോട്ടേക്ക് വരുന്നു. തൻ്റെ തേജസ് മുഴുവൻ നഷ്ടമായിട്ടുണ്ട്. തൻ്റെ പ്രതാപമേറിയ ഗാണ്ഡീവമെന്ന ചാപം വലിച്ചഴച്ചിട്ടാണ് അദ്ദേഹം വരുന്നത്. അത് കണ്ടപ്പോൾ അത്ഭുതപ്പെട്ടു യുധിഷ്ഠിരനാണ്. പല ചോദ്യങ്ങളും ചോദിക്കുന്നു. 14-ാമത്തെ അധ്യായത്തിൽ പല ചോദ്യങ്ങളുണ്ട്. ചെയ്യാൻ പാടില്ലാത്തത് എന്താണ് ചെയ്തത്, അങ്ങനെ പല തരത്തിലുള്ള ചോദ്യങ്ങൾ ചോദിച്ച് അവസാനം യുധിഷ്ഠിരൻ അർജുനോട് ചോദിക്കുന്നുണ്ട്. ഞാൻ മനസ്സിലാക്കുന്നു, കച്ചിത് പ്രേഷ്ഠതമേ നാഥ ഹൃദയേനാത്മബന്ധുനാ ശൂന്യോസ്മി രഹിതോ നിത്യം മന്യസേ തെന്യഥാ നരുക്ക്. നീ ധർമ്മത്തിൽ നിന്ന് വ്യതിചലിക്കില്ല എന്ന് എനിക്കറിയാം. ധർമ്മത്തിൽ നിന്ന് വ്യതിചലിച്ചിട്ടില്ല. എന്താണ് നിനക്ക് ഇത്രയധികം സങ്കടം ഉണ്ടാവാൻ കാരണം ഞാൻ സംശയിക്കുന്നു. കൃഷ്ണവിയോഗം കൊണ്ട്, തൻ്റെ പ്രിയപ്പെട്ട കൃഷ്ണനെ കാണാതെ കൃഷ്ണവിയോഗത്താൽ നീ വിഷമിക്കുകയാണ് എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. അല്ലാതെ തേന്യധാരുക്ക് വേറൊരു പീഡ നിനക്ക് വരാൻ വഴിയില്ല. നീ ഇത്രയധികം വേദനിക്കാൻ കാരണം നീ അത്രയും സ്നേഹിക്കുന്ന ഭഗവാന്റെ വിരഹമാണ് എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. പറയൂ, കാര്യം എന്താണ് എന്ന്. ആദ്യം 14-ാമത്തെ അധ്യായത്തിൽ ആദ്യം ഒരുപാട് ചോദ്യങ്ങൾ ചോദിക്കുന്നുണ്ട്. കൃഷ്ണൻ്റെ സുഖത്തെക്കുറിച്ച് ചോദിക്കുന്നുണ്ട്. യാദവന്മാർക്ക് മുഴുവൻ സുഖമല്ലേ എന്നൊക്കെ യുധിഷ്ഠിരൻ ചോദിക്കുന്നുണ്ട്. ആ സമയത്തെല്ലാം അർജുനൻ്റെ കണ്ണുകളിൽ നിന്ന് കുട്ടുകുട്ടയായിട്ട് കണ്ണുനീര് വരുന്നുണ്ട്. അത്രയധികം വേദനയോടുകൂടിയാണ് അർജുനൻ അവിടെ നിൽക്കുന്നത്. യുധിഷ്ഠിരൻ ചോദിച്ചു, എന്താ അർജുന എന്നെൻ്റെ വിഷമം, പറയൂ. ഏവം കൃഷ്ണസഖ കൃഷ്ണോ ഭ്രാത്രാരാജ്ഞാ വികൽപ്പിത നാനാശങ്കാസ്പദം രൂപം കൃഷ്ണവിശ്ലേഷകർഷിത. സൂതപൗരാണികർ ശൗനകാദികളോട് പറയാണ്, കൃഷ്ണവിരഹ ദുഃഖം, കൃഷ്ണനെ കാണാതെ അത്രയധികം വേദനിക്കുകയാണ് അർജുനൻ. അർജുനന് ശരിയായിട്ടുള്ള കാര്യം പറയുവാൻ സാധിക്കുന്നില്ല. കൃഷ്ണവിരഹ ദുഃഖം എന്ന് പറഞ്ഞാൽ അത് അത്രയും തീവ്രമാണ്. വിരഹം എന്ന് പറഞ്ഞാൽ തന്നെ വളരെയധികം വേദനയാണ്. അത്യന്തം പ്രേമമുള്ളവർക്കെ വിരഹത്തിൻ്റെ വേദന എന്താണ് എന്നൊക്കെ ശരിക്ക് മനസ്സിലാക്കാൻ സാധിക്കുള്ളൂ. പ്രേമരൂപമാണ് ശരിക്ക് ഭക്തി എന്ന് പറഞ്ഞാൽ. പ്രേമസ്വരൂപമാണ് ഭക്തി.
അപ്പം അർജുനനെ സംബന്ധിച്ച് അത്രയധികം പ്രേമഭാവമാണ്, ഭക്തി നല്ലോണമുണ്ട് അർജുനന്. ഈ കൃഷ്ണവിരഹ ദുഃഖം അർജുനന് താങ്ങാൻ സാധിക്കുന്നില്ല. ശോകേന ശുഷ്യദ്വദനം ഹൃത്സരോജോ ഹതപ്രഭ. അത്യധികം ദുഃഖം കൊണ്ട് അർജുനൻ്റെ മുഖമാകുന്ന താമരപ്പൂവ്, മനസ്സാകുന്ന താമരപ്പൂവ് വാടി കരിഞ്ഞിട്ടുണ്ട്. നാശക്നോത് പ്രതിഭാഷിത്തും, ഒന്നും പറയാൻ അദ്ദേഹത്തിന് സാധിക്കുന്നില്ല. അത്രയധികം ശോകമാണ് അദ്ദേഹത്തിൻ്റെ ഹൃദയത്തിൽ ഇങ്ങനെ നിറഞ്ഞു നിൽക്കുന്നത്. വളരെ പ്രയാസപ്പെട്ട് സഖ്യം മൈത്രീം സൗഹൃദം ച സാരഥ്യാദിഷു സംസ്മരൻ നൃപമഗ്രജമിത്യാഹ ബാഷ്പഗദ്ഗതയാ ഗിരാ. വളരെയധികം പ്രയാസപ്പെട്ട് അർജുനൻ പറയാൻ ശ്രമിക്കുകയാണ്. കണ്ണുനീരങ്ങനെ ഒലിക്കുന്നുണ്ട്, അതൊക്കെ തുടച്ചു കളഞ്ഞു. ഭഗവാന്റെ ആ സ്നേഹത്തെ നന്നായിട്ട് സ്മരിച്ചു. സൗഹൃദഭാവം, മൈത്രീഭാവം, സഖ്യഭാവം, ഇതൊക്കെ നല്ലോണമുണ്ട് കൃഷ്ണന് അർജുനനോട്. അർജുനൻ്റെ സാരഥ്യം പോലും ഏറ്റെടുത്തു ഭഗവാൻ കൃഷ്ണൻ. ആ കൃഷ്ണൻ്റെ വാത്സല്യത്തെ, സ്നേഹത്തെ നന്നായി സ്മരിച്ച് പറയാനായിട്ട് ശ്രമിച്ചു എന്നാണ്. വഞ്ചിതോഹം മഹാരാജ ഹരിണാ ബന്ധുരൂപിണ യേന മേ പഹൃതം തേജോ ദേവവിസ്മാപനം മഹത്. വഞ്ചിതോഹം മഹാരാജ എന്നാണ് പറഞ്ഞത്. മഹാരാജാവേ, ഞാനിതാ വഞ്ചിക്കപ്പെട്ടു, ഞാനിതാ വഞ്ചിക്കപ്പെട്ടിരിക്കുന്നു. ഭഗവാനെ കേവലം ബന്ധു എന്ന രീതിയിലേ ഞാൻ കണ്ടുള്ളൂ. ഭഗവാന്റെ ആ ബന്ധുത്വം ഉള്ളത് കൊണ്ടാണ് എനിക്ക് എല്ലാ ശ്രേയസ്സും ഉണ്ടായത്. എന്തൊക്കെ നേട്ടങ്ങളാണോ എനിക്കുണ്ടായിട്ടുള്ളത് ജീവിതത്തിൽ, ആ നേട്ടങ്ങൾക്കൊക്കെ കാരണം ഭഗവാന്റെ കരുണയാണ്, ഭഗവാന്റെ വാത്സല്യമാണ്. ഭഗവാൻ ഒപ്പുണ്ടെങ്കിൽ ആർക്കും ഒരു കുറവും ഉണ്ടാവില്ല, ഒരു മോശം ഉണ്ടാവില്ല. കേശവൻ കൂടെയുണ്ടെങ്കിൽ ലേശവും മോശമില്ലട്ടോ എന്നാണ്. ഭഗവാൻ കൂടെ ഉണ്ടെങ്കിൽ ഒരു പ്രയാസവും ഒരുവനുണ്ടാവില്ല. ഇവിടെ എനിക്ക് എന്തൊക്കെ നേട്ടങ്ങളാണോ ഉണ്ടായിട്ടുള്ളത്, ആ നേട്ടങ്ങൾക്കൊക്കെ ഏക കാരണം ഭഗവാനാണ്, ഭഗവാന്റെ വാത്സല്യമാണ്. ഭഗവാനെ ബന്ധു എന്ന രീതിയിൽ മാത്രമേ നമ്മൾ കണ്ടുള്ളൂ. ശരിക്കും സർവാത്മാവാണ്, ഈശ്വരൻ തന്നെയാണ്. ദേവന്മാർ തന്നൂടെ പ്രാർത്ഥന കേൾക്കയാൽ ദേവകീ ദേവി തൻ പുത്രനായി. ദേവന്മാരുടെ പ്രാർത്ഥനയെ തുടർന്ന് ഭൂമിയിൽ അവതരിച്ച സാക്ഷാൽ ഈശ്വരൻ തന്നെയാണ് കൃഷ്ണൻ. ആ സർവേശ്വര ഭാവത്തിൽ നമ്മൾ ഭഗവാനെ കണ്ടില്ല. വെറും ബന്ധു എന്ന നിലയ്ക്കേ നാം ഭഗവാനെ സമീപിച്ചുള്ളൂ. ഭഗവാൻ തൻ്റെ ഈ ശരീരം ഉപേക്ഷിക്ക വഴി, ഭഗവാൻ ഈ ലോകത്തുനിന്ന് പോയിരിക്കുന്നു, ഈ ശരീരം ഉപേക്ഷിക്ക വഴി ദേവവിസ്മാപനം മഹത്, ദേവന്മാരെ പോലും വിസ്മയിപ്പിച്ച കഴിവുകളായിരുന്നു എനിക്കുണ്ടായിരുന്നത്. ദേവന്മാർ പോലും ആശ്ചര്യത്തോടുകൂടി എൻ്റെ കഴിവിനെ സ്തുതിച്ചു. എന്തൊക്കെ കഴിവുകളാണോ എന്നിലുണ്ടായിരുന്നത് അതിനൊക്കെ കാരണം ഭഗവാനാണ്. ഭഗവാൻ ഈ ലോകത്തെ ഉപേക്ഷിച്ച് പോയിരിക്കുന്നു. ഭഗവാൻ ഈ ലോകത്തെ ഉപേക്ഷിച്ച് പോയിരിക്കുന്നു എന്ന് പറയുമ്പോൾ എൻ്റെ എല്ലാം കൊണ്ടുപോയി എന്നാണ്. എൻ്റെ എല്ലാ കഴിവുകളും അതിൻ്റെ ഒപ്പം ഭഗവാൻ കൊണ്ടുപോയി. ദേവന്മാരെ പോലും വിസ്മയിപ്പിച്ച ഞാനിപ്പോൾ എന്നെക്കൊണ്ട് ഒന്നിനും പറ്റാത്തവനായി. ഭഗവാൻ ഈ ലോകത്തുനിന്ന് പോയി എന്ന് പറയുമ്പോൾ യസ്യ ക്ഷണവിയോഗേന ലോകോ ഹ്യപ്രിയദർശന ഉക്തേന രഹിതോ ഹ്യേഷ മൃതകഃ പ്രോച്യത്തെ യഥാ. ഈ ലോകത്തിൻ്റെ പ്രാണവായുവാണ് ഈശ്വരൻ, ലോകത്തിൻ്റെ തന്നെ പ്രാണവായു.
ഇപ്പോൾ പ്രാണൻ പോയാൽ പിന്നെ അത് വെറും ശവമാവും. ഈ ലോകത്തിന് എന്തെങ്കിലുമൊക്കെ മഹത്വം ഉണ്ട് എന്നുണ്ടെങ്കിൽ അത് ഭഗവാന്റെ സാന്നിധ്യമാണ്. ഭഗവാൻ ഈ ലോകത്തുനിന്ന് പോയി എന്ന് വന്നാൽ ഇത് മരണ സദൃശമാണ്, ഈ ശവം പോലെ നിന്ദ്യമാണ് എന്നാണ്. നമ്മുടെ ശരീരത്തിൽ നിന്ന് ജീവൻ അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ ശരീരം ഒരു അറപ്പോട് കൂടി, അല്ലേ, ഈ ശവം എന്ന് പറഞ്ഞാൽ ഒരു അറപ്പോട് കൂടി കാണുന്ന ഒന്നാണ്. അതിന് യാതൊരു പ്രാധാന്യവും മഹത്വവും ഒന്നുമില്ല. അപ്രിയ ദർശനം എന്നാണ്. ഭഗവാൻ പോയ ഈ ലോകത്തിന് യാതൊരു പ്രാധാന്യവും ഇല്ല, അത് കൊള്ളില്ല എന്നാണ്. അപ്രിയമാണ്. ശവം കാണുന്നത് അപ്രിയം പോലെ ഈ ലോകത്തിൽ ജീവിക്കുന്നതും ഇനി അപ്രിയമാണ്. ഭഗവാൻ പോയതോടുകൂടി കൊള്ളരുതാത്തതായി ഈ പ്രപഞ്ചം, ഈ ലോകം എന്നാണ്. പിന്നെ ഭഗവാന്റെ ഓരോ കരുണകളും എടുത്തെടുത്ത് പറയണം. പണ്ഡവാദികൾക്ക് എല്ലാ സൗഭാഗ്യങ്ങളും ഉണ്ടായത് ഭഗവാന്റെ സ്നേഹം ഉള്ളതുകൊണ്ടാണ്, ഭഗവാന്റെ സാന്നിധ്യം, സാമീപ്യം ഉള്ളതുകൊണ്ടാണ്. എല്ലാ അർത്ഥത്തിലും പാണ്ഡവർക്ക് നന്മ വരാൻ കാരണം ഈ ഭഗവാന്റെ സഹായമാണ്. അർജുനാദികൾ എന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്തിട്ടുള്ളത്? അത്രയധികം വീരപ്രതാപത്തോടുകൂടി പല കർമ്മങ്ങളും അവർ ചെയ്തു. അതിനൊക്കെ കാരണം ഭഗവാന്റെ കരുണയാണ്, ഭഗവാന്റെ അനുഗ്രഹമാണ്. യൽ സംശ്രയാദ്രുപദഗേഹമുപാഗതാനാം രാജ്ഞാം സ്വയം വരമുഖേ സ്മരദുർമദാനാം തേജോഹൃതം ഖലു മയാഭിഹതശ്ച മത്സ്യസജ്ജീകൃതേന ധനുഷാധികതാ ച കൃഷ്ണ. പാഞ്ചാലി സ്വയംവരത്തെ ഒന്ന് അനുസ്മരിക്കുകയാണ് അർജുനൻ. പണ്ഡവാദികൾ ഏകചക്രയിൽ കഴിയുമ്പോഴാണ് ഈ പാഞ്ചാലി സ്വയംവരമൊക്കെ നടക്കുന്നത്. പാഞ്ചാലി ശരിക്ക് കൃഷ്ണ എന്നാണ് അവളുടെ പേര്. ദ്രുപദ മഹാരാജാവിൻ്റെ പുത്രിയാണ്. ദ്രുപദ മഹാരാജാവ് അദ്ദേഹം മഹാകേമനാണ്. ദ്രുപദ മഹാരാജാവ് ഈ ദ്രോണാചാര്യരുമായിട്ട് വലിയൊരു ശത്രുത ഉണ്ടായി. ദ്രോണരെ വധിക്കാൻ വേണ്ടി ഒരു പുത്രനുണ്ടാവാൻ വലിയൊരു യാഗം നടത്തി അദ്ദേഹം. ആ യാഗത്തിൽ ഒരു പുത്രനുണ്ടായി, ധൃഷ്ടദ്യുമ്നൻ. ഒരു പുത്രിയും ഉണ്ടായി, അവളാണ് കൃഷ്ണ. കൃഷ്ണ എന്നാണ് ശരിക്ക് പേര്. പിന്നെ പാഞ്ചാല രാജാവിൻ്റെ പുത്രിയായതുകൊണ്ട് പാഞ്ചാലി എന്ന പേര്. ദ്രുപദൻ്റെ പുത്രിയായതുകൊണ്ട് ദ്രൗപദി എന്ന പേര്. അങ്ങനെ പല പേരുകളും. കൃഷ്ണ അത്രയധികം സുന്ദരി കൂടിയായിരുന്നു. ഈ സൗന്ദര്യ സങ്കല്പത്തിന് കാലങ്ങൾക്കനുസരിച്ച് പല മാറ്റങ്ങളും വരുന്നതാണ്. പുരാണത്തിലെ പുരുഷന്മാർ മുഴുവൻ, അതേപോലെ സുന്ദരിമാർ മുഴുവൻ കറുത്തവരായിരുന്നു എന്നാണ്. നോക്കിയാൽ കാണാം. ഭാഗവതത്തിലെ പാഞ്ചാലി എന്ന് പറഞ്ഞാൽ, അല്ലെങ്കിൽ കൃഷ്ണ എന്ന് പറഞ്ഞാൽ എല്ലാവരും മോഹിച്ച ഒരു സ്ത്രീയായിരുന്നു. പല രാജാക്കന്മാരും മോഹിച്ചിട്ടുണ്ട് കൃഷ്ണയെ. അത്രയും സുന്ദരിയായിരുന്നു പാഞ്ചാലി. പാഞ്ചാലി കറുത്തവളാണ്, കറുത്ത നിറമുള്ളവളായിരുന്നു. ഇനി രാമായണത്തിലെ സീത എടുത്തു നോക്കിയാൽ കറുത്ത നിറമുള്ളവളാണ്. നമ്മൾ ചിത്രത്തിലൊക്കെ നല്ല വെളുത്ത സീതയെ കാണാം, പക്ഷേ ശരിക്ക് കറുപ്പാണ് സീതയുടെ നിറം എന്നാണ്. കാരണം പഴയ കാലത്ത് ഈ പേരുകളൊക്കെ വന്നു ചേരുക രൂപത്തിനനുസരിച്ച്, സ്വഭാവത്തിനനുസരിച്ചൊക്കെയാണ്. ഇന്നത്തെ കാലം പോലെയല്ല. ഇന്ന് പേര് ഇതിനകത്ത് വിളിച്ചാൽ കേൾക്കണം, അത്രയേ ഉള്ളൂ പേരിടുന്നതിൻ്റെ ഉദ്ദേശം. പല പേരിൻ്റെ അർത്ഥം എന്താ ചോദിച്ചാൽ നിശ്ചയില്ല. ആണാണോ പെണ്ണാണോ ചോദിച്ചാൽ അതും അറിയില്ല പേര് കേട്ടാൽ. അതാണ് ഇന്നത്തെ അവസ്ഥ. പേരെന്താ ചോദിക്കുകയാണെങ്കിൽ അംബുജാക്ഷി എന്നാണ്. കോങ്കണ്ണിക്കാണ് അംബുജാക്ഷി എന്ന് പേര്, കണ്ണി എന്ന് പേര്. അപ്പം അങ്ങനെയാണ് ഇന്നത്തെ കാലത്തെ പേരിടലിൻ്റെ അവസ്ഥ. പഴയ കാലത്ത് അങ്ങനെയല്ല.
സ്വഭാവത്തിനും രൂപത്തിനൊക്കെ അനുസരിച്ചാണ് പേര് വരിക. സീതാദേവിക്ക് ശ്യാമ എന്നൊരു പേരുണ്ട്, രാമായണത്തിൽ കാണാം. ശ്യാമ, കറുത്തവൾ എന്നാണ് അർത്ഥം. അപ്പോൾ അത്രയും സുന്ദരിമാർ, അത്രയും സുന്ദരന്മാർ ഒക്കെ കറുത്ത ആൾക്കാരായിരുന്നു എന്നാണ്. പുരാണങ്ങളിലൊക്കെ അങ്ങനെയാണ്. ചെറിയൊരു വ്യത്യാസം രുക്മിണിക്കേ ഉള്ളൂ. ഭാഗവത്തിലെ രുക്മിണി സ്വർണത്തിൻ്റെ നിറമുള്ളവളാണ്, ബാക്കിയുള്ള എല്ലാവരും കറുത്ത നിറമുള്ളവരാണ് എന്നാണ്. എന്തായാലും കൃഷ്ണ അവളുടെ വിവാഹം ഈ അർജുനാദികൾ അരക്കില്ലത്തിൽ മരിച്ചു പോയിട്ടുണ്ട് എന്ന് ദ്രുപദൻ അറിഞ്ഞു. പലരും അറിയ വഴി ദ്രുപദനും അറിഞ്ഞു. വളരെയധികം വിഷമിച്ചു അദ്ദേഹം തൻ്റെ മകളായ പാഞ്ചാലിയെ ഏറ്റവും വീരനായിട്ട് കൊടുക്കണം എന്നുദ്ദേശിച്ച് വലിയൊരു പരീക്ഷ സംഘടിപ്പിച്ചു. അദ്ദേഹം തന്നെ വലിയൊരു ധനുസ്സ് ഉണ്ടാക്കി ഗംഭീരമായിട്ട് വിളംബരം ചെയ്തു. എൻ്റെ മകളായ കൃഷ്ണയെ വിവാഹം ചെയ്യണമെങ്കിൽ ഈ ധനുസ്സ് ഉയർത്തി, അവിടെ ഒരു 5 അമ്പുണ്ട്, 5 അമ്പ് കൊണ്ട് വലിയൊരു മത്സ്യത്തിൻ്റെ ലാക്കുണ്ട്. ആ മത്സ്യത്തെ അമ്പ് ചെയ്ത് വീഴ്ത്തിയാൽ മാത്രമേ തൻ്റെ മകളെ വിവാഹം ചെയ്യാൻ സാധിക്കുകയുള്ളൂ. ഗംഭീരമായിട്ടുള്ളൊരു പരീക്ഷ വെച്ച് പാഞ്ചാലി സ്വയംവരം നിശ്ചയിച്ചു. ഇത് വിളംബരം ചെയ്തു. സാക്ഷാൽ വേദവ്യാസ മഹർഷി, ഭാരതത്തിൽ പറയുന്നതാണ് ഈ കഥയൊക്കെ, വേദവ്യാസ മഹർഷി ഏകചക്രയിൽ താമസിക്കുന്ന പാണ്ഡവന്മാരുടെ മുൻപിൽ പ്രത്യക്ഷനായി അവരോട് കാര്യങ്ങളൊക്കെ വിശദീകരിച്ചു. നിങ്ങൾ ആ പാഞ്ചാലി സ്വയംവരത്തിൽ പങ്കെടുക്കണം. അവർ ബ്രാഹ്മണ വേഷധാരികളായിട്ടാണ് അന്ന്. പാഞ്ചാലി സ്വയംവരത്തിൽ പങ്കെടുക്കണം എന്ന് പറഞ്ഞു. സാക്ഷാൽ ഈ പാഞ്ചാലിയുടെ പൂർവജന്മത്തെക്കുറിച്ചൊക്കെ പറഞ്ഞു കൊടുക്കുന്നുണ്ട്. പാഞ്ചാലി ആരായിരുന്നു പൂർവജന്മത്തിൽ ഒരു ഋഷി കന്യകയായിരുന്നു. ഋഷി കന്യകയുടെ പുനരവതാരമാണ് ഈ പാഞ്ചാലി. അങ്ങനെ വേദവ്യാസ മഹർഷിയുടെ നിർദ്ദേശപ്രകാരം അവരും പാഞ്ചാലി സ്വയംവരത്തിൽ പങ്കുചേർന്നു. ആ പാഞ്ചാലി സ്വയംവരത്തിലാണെങ്കിൽ അനവധി രാജാക്കന്മാർ എത്തിയിട്ടുണ്ട്. ഒരുപാട് പേര്, ജരാസന്ധാദികളൊക്കെ ഉണ്ട്. ജരാസന്ധൻ, വീരനായിട്ടുള്ള കർണനുണ്ട്, ദുര്യോധനനുണ്ട്. അങ്ങനെ അനവധി രാജാക്കന്മാർ, ശിശുപാലനുണ്ട്, അനവധി രാജാക്കന്മാർ അവിടെയുണ്ട്. അവരെല്ലാവരും ആ പരീക്ഷയിൽ പരാജയപ്പെട്ടു. ആർക്കും ആ പരീക്ഷയിൽ ജയിക്കാൻ സാധിച്ചില്ല. പിന്നെ അവിടെ വെച്ച് ബലരാമസ്വാമി കൃഷ്ണനൊക്കെ ഉണ്ട്. ബലരാമസ്വാമിക്ക് കൃഷ്ണൻ പറഞ്ഞു കൊടുത്തു, അവിടെ ഇരിക്കുന്നത് ആ പാണ്ഡവന്മാരാണ്. അർജുനനെയൊക്കെ പ്രത്യേകം കാണിച്ചു കൊടുക്കുന്നുണ്ട് കൃഷ്ണൻ ബലരാമന്. ഭഗവാന്റെ സഹായം കൊണ്ട് അർജുനൻ നിഷ്പ്രയാസം ആ മത്സ്യത്തെ വീഴ്ത്തി പാഞ്ചാലിയെ വിവാഹം ചെയ്തു എന്നാണ്. അങ്ങനെ അവർ അമ്മയുടെ അടുത്തേക്ക്, കുന്തിദേവിയുടെ അടുത്തേക്ക്, താമസ സ്ഥലത്തേക്ക് വന്നു. അപ്പോൾ കുന്തിദേവിയോട് പറഞ്ഞത് ഒരു ഭിക്ഷ കിട്ടിയിട്ടുണ്ട് എന്നാണ്. ഭിക്ഷ കിട്ടിയിട്ടുണ്ട് എന്ന് പറഞ്ഞപ്പോൾ എന്നാൽ അത് 5 ആയിട്ട് വീതിച്ചോളൂ എന്ന് പറഞ്ഞു. അപ്പോൾ ആകെ കുടുങ്ങിപ്പോയി ഇവർ. കാരണം എന്തോ ദ്രവ്യമാണ് എന്നാണ് കുന്തിദേവി വിചാരിച്ചത്. നോക്കുമ്പോൾ പാഞ്ചാലിയാണ്. അപ്പം തന്നെ അവിടെ സാക്ഷാൽ വേദവ്യാസ മഹർഷി പ്രത്യക്ഷപ്പെട്ടു. വേദവ്യാസ മഹർഷി പറഞ്ഞു, നിങ്ങൾ പരിഭ്രമിക്കേണ്ട, നിങ്ങൾ 5 പേർക്കും അവകാശപ്പെട്ടവളാണ് പാഞ്ചാലി. അത് അവൾക്ക് കിട്ടിയ വരം കൂടിയാണ്. മുൻജന്മത്തിൽ ഒരു ഋഷികന്യകയായിരുന്നു എന്ന് പറഞ്ഞു. ആ ഋഷികന്യകയായിട്ടുള്ള പാഞ്ചാലി അഥവാ ഋഷികന്യക അവളുടെ വിവാഹപ്രായമായിട്ടും അവളുടെ വിവാഹം കഴിഞ്ഞില്ല. വളരെയധികം വിഷമിച്ചു. സാക്ഷാൽ ശ്രീപരമേശ്വരനെ ഉപാസിച്ചു. മഹാദേവൻ അവൾക്ക് പ്രത്യക്ഷനായി. 5 പ്രാവശ്യം അവൾ മഹാദേവനോട് എനിക്ക് എൻ്റെ വിവാഹം കഴിയണേ എന്ന് പ്രാർത്ഥിച്ചു എന്നാണ്. 5 പ്രാവശ്യം. അപ്പോൾ ഭഗവാൻ
അടുത്ത ജന്മത്തിൽ നിനക്ക് 5 ഭർത്താക്കന്മാരുണ്ടാവും എന്ന് പറഞ്ഞ് അനുഗ്രഹിച്ചു. ആ മഹാദേവൻ്റെ വരമാണ് ഇതിന് കാരണം. അങ്ങനെ 5 പേരെയും പാഞ്ചാലിക്ക് ഭർത്താവായിട്ട് കിട്ടിയെന്നാണ്. ഈ 5 പേരും ഒരേ അംശം തന്നെയാണ്, ദേവാംശങ്ങളാണ്. എന്തായാലും ആ പാഞ്ചാലി സ്വയംവരം ഭംഗിയായി നടന്നത്, അർജുനന് ആ വീരപരീക്ഷയിൽ ജയിക്കാൻ സാധിച്ചത്, എല്ലാം ശുഭമായി അവസാനിച്ചത് സാക്ഷാൽ ഭഗവാന്റെ വാത്സല്യം കൊണ്ടാണ്, ഭഗവാന്റെ കരുണ കൊണ്ടാണ് എന്നാണ്. ഭഗവാന്റെ വാത്സല്യമില്ലായിരുന്നുവെങ്കിൽ പാഞ്ചാലിയെ തനിക്ക് ലഭിക്കില്ലായിരുന്നു എന്നാണ് അർജുനൻ പറയുന്നത്. കാരണം അവിടെ എത്രയോ വീരന്മാരുണ്ടായിരുന്നു. ആ വീരന്മാരൊക്കെ തോറ്റ ഒരു പരീക്ഷയായിരുന്നു ആ പാഞ്ചാലി സ്വയംവര വേദി. പിന്നെ പറഞ്ഞു, യൽ സന്നിധൗ അഹമുഖാണ്ഡവമഗ്നേതാമിന്ദ്രം ച സാമരഗണം തരസാ വിജിത്യ ലബ്ധാ സഭാ മയകൃതാദ്ഭുതശില്പമായാ ദിഗ്ഭ്യോ ഹരൻ നൃപതയോ ബലിമധ്വരേതേ. യൽ സന്നിധൗ, ആരുടെ സന്നിധിയിലാണോ എനിക്ക് സകല ശ്രേയസ്സും ഉണ്ടായത്. ആരുടെ സന്നിധിയിലാണ്? ഭഗവാന്റെ സന്നിധിയിൽ. ഭഗവാന്റെ സാന്നിധ്യം കൊണ്ടാണ് സകല ശ്രേയസ്സും എനിക്ക് ഉണ്ടായിട്ടുള്ളത്. അവിടെ ഭഗവാനുമൊത്ത് അർജുനൻ ഇന്ദ്രപ്രസ്ഥത്തിൽ സുഖമായി കഴിയായിരുന്നു, ഒരു സുഖവാസം. ആ സമയത്ത് ഒരു ബ്രാഹ്മണൻ അങ്ങോട്ട് വന്നു. ആ ബ്രാഹ്മണൻ അങ്ങോട്ട് വന്ന് എനിക്ക് ഭക്ഷണം തരണേ എന്ന് യാചിച്ചു എന്നാണ്. അപ്പോൾ കൃഷ്ണാർജുനന്മാർ ചോദിച്ചു, എന്ത് ഭക്ഷണമാണ് വേണ്ടേ? വന്ന ആ ബ്രാഹ്മണൻ പറഞ്ഞു, ഞാൻ അഗ്നിദേവനാണ്, എനിക്ക് ഖാണ്ഡവനം ഭക്ഷിക്കണം എന്നാണ്. അപ്പോൾ അർജുനൻ പറഞ്ഞു, ഈ ഖാണ്ഡവനം ഭക്ഷിക്കണം എന്നുണ്ടെങ്കിൽ അത് ദേവേന്ദ്രൻ്റെ സംരക്ഷണയിലുള്ള വനമാണ്. അതിനെ നന്നായിട്ട് സംരക്ഷിക്കുന്നത് ദേവേന്ദ്രൻ്റെ അധീനതയിലുള്ള വനമാണ്. അതിനെ നന്നായി സംരക്ഷിക്കുന്നത് ഇന്ദ്രൻ്റെ സഖാവായ തക്ഷകനാണ്. പക്ഷെ ഇപ്പം തക്ഷകൻ അവിടെ ഇല്ല, ഹസ്തിനാപുരത്തിൽ പോയിട്ടുണ്ട്. അർജുനൻ പറഞ്ഞു, എനിക്ക് അങ്ങ് ചോദിച്ച വരം തരണം എന്നുണ്ടെങ്കിൽ ചിലപ്പോൾ യുദ്ധമൊക്കെ ആവശ്യമുണ്ടാവും. അതിനെനിക്ക് ദിവ്യമായിട്ടുള്ള ധനുസ്സില്ല, ശസ്ത്രങ്ങളുണ്ട്, മന്ത്രാസ്ത്രങ്ങളൊക്കെ ഉണ്ട്, പക്ഷേ ഒരു വലിയൊരു ധനുസ്സ്, ശ്രേഷ്ഠമായിട്ടുള്ളൊരു ധനുസ്സ് എനിക്കില്ല എന്ന് പറഞ്ഞപ്പോൾ അഗ്നിദേവൻ സാക്ഷാൽ വരുണദേവനെ ധ്യാനിച്ചു. ബ്രഹ്മാവ് വരുണദേവന് സമ്മാനിച്ച ഗംഭീരമായിട്ടുള്ളൊരു ധനുസ്സുണ്ട്, ഗാണ്ഡീവം എന്ന ധനുസ്. അതേപോലെ ദിവ്യമായിട്ടുള്ളൊരു രഥം, കപിധ്വജമായ ഒരു രഥം. ആ രഥവും ധനുസ്സും വരുണനെ ധ്യാനിച്ച് അഗ്നിദേവൻ അർജുനന് സമ്മാനിച്ചു. കൃഷ്ണനും ഒരു സമ്മാനം കൊടുത്തു എന്നാണ്. വജ്രനാഭം എന്ന ഒരു ചക്രം, കൗമോദകി എന്ന ഗദ, ഇത് കൃഷ്ണന് സമ്മാനിച്ചു അഗ്നിദേവൻ. കൃഷ്ണാർജുനന്മാരുടെ സമ്മതത്തോടുകൂടി അഗ്നിദേവൻ ഖാണ്ഡവ വനം ഭക്ഷിക്കാനായിട്ട് തയ്യാറായി. ഇത് കണ്ട് ക്രുദ്ധനായി ദേവേന്ദ്രൻ ഗംഭീരമായിട്ട് മഴ പെയ്യിച്ചു. അർജുനൻ തൻ്റെ ശസ്ത്രപ്രയോഗം ചെയ്തു, വെള്ളം ആ കാട്ടിലേക്ക് വീണില്ല. അഗ്നിദേവൻ നന്നായിട്ട് അത് ഭക്ഷിച്ചു. അപ്പോൾ അതിനുശേഷം ഗംഭീരമായിട്ടുള്ള യുദ്ധമുണ്ടായി. ഇന്ദ്രനും അർജുനും തമ്മിൽ ഗംഭീരമായിട്ടുള്ള യുദ്ധം. അതിൻ്റെ ഇടയ്ക്ക് അശരീരി ഉണ്ടായി. സാക്ഷാൽ നരനാരായണന്മാർ തന്നെയാണ് അവർ എന്ന് പറഞ്ഞപ്പോൾ ഇന്ദ്രൻ യുദ്ധം അവസാനിപ്പിച്ചു.
ഇവിടെ ഈ വനത്തിൽ അഗ്നി ഗാണ്ഡവനം ഭക്ഷിക്കുന്ന സമയത്ത് അവിടെ മയൻ തുടങ്ങിയ ആൾക്കാരുണ്ടായിരുന്നു. മയൻ അസുരന്മാരുടെ ശില്പിയാണ്. ആ മയനെയൊക്കെ അർജുനാദികൾ രക്ഷിച്ചു. വലിയ സന്തോഷമായി അദ്ദേഹത്തിന്. എന്താ നിങ്ങൾക്ക് വേണ്ടത്? എന്ത് വേണമെങ്കിലും ചോദിച്ചോളൂ. അപ്പോൾ ഭഗവാൻ പറഞ്ഞു, ദാ അർജുനാദികൾക്ക് ദിവ്യമായിട്ടുള്ളൊരു സഭ അങ്ങ് പണിതു കൊടുക്കൂ. അങ്ങനെ മയനിർമ്മിതമായ ആ ഇന്ദ്രപ്രസ്ഥം എന്ന സഭ, അത് ഭഗവാന്റെ വാത്സല്യം കൊണ്ട്, ഭഗവാന്റെ കരുണ കൊണ്ടാണ് ജ്യേഷ്ഠ നമുക്ക് കിട്ടിയത്. അത്രയധികം അത്ഭുതങ്ങൾ നിറഞ്ഞ പുണ്യസഭയായിരുന്നു ഇന്ദ്രപ്രസ്ഥം എന്ന മയനിർമ്മിതമായ സഭ. അതിൽ ദേവന്മാർ പോലും മോഹിച്ച സഭയാണെന്നാണ്. ദേവന്മാരെ പോലും മോഹിപ്പിച്ച സഭയായിരുന്നു ഈ സഭ. അത് ഇവർക്ക് കൈവന്നത് സാക്ഷാൽ ഭഗവാന്റെ കരുണ കൊണ്ടാണ് എന്ന് പറഞ്ഞു. പിന്നീട് പല പല ആപത്തുകളും ജ്യേഷ്ഠ നമുക്ക് വന്നിട്ടുണ്ട്. ആ ആപത്തുകളിൽ നിന്നൊക്കെ നമുക്ക് രക്ഷയുണ്ടായി. അത് ഭഗവാന്റെ കരുണ കൊണ്ട് മാത്രമാണ്. ജരാസന്ധനെ ഏട്ടൻ നിഗ്രഹിച്ചു. സാക്ഷാൽ ഭീമസേനൻ. രാജസൂയ മഹായാഗം നടത്തണമെന്നുണ്ടെങ്കിൽ ലോകത്തെ ജയിക്കണം, സർവാധിപതിയായിരിക്കണം. അങ്ങനെയുള്ളവന് മാത്രമേ രാജസൂയ മഹായാഗം നടത്താൻ സാധിക്കുള്ളൂ. അപ്പോൾ രാജസൂയ മഹായാഗം അതിനുള്ള തയ്യാറെടുപ്പുകളൊക്കെ ചെയ്യുമ്പോഴും യുധിഷ്ഠിരൻ്റെ ഭയം, ജരാസന്ധനെ ആരാ തോൽപ്പിക്കുക? ഉറപ്പാണ് ജരാസന്ധൻ തൻ്റെ ആ സർവാധിപത്യത്തെ എതിർക്കും. ജരാസന്ധനെ നേരിടാൻ, ജരാസന്ധനെ തോൽപ്പിക്കാൻ ആർക്കാണ് സാധിക്കുക എന്നാണ് യുധിഷ്ഠിരൻ്റെ വിഷമം. ഭഗവാനോട് കാര്യം പറയുമ്പോൾ ഭഗവാൻ പറയുന്നുണ്ട്, അങ്ങ് വിഷമിക്കേണ്ട. ജയിക്കാൻ ഏറ്റവും പ്രയാസം ഭഗവാനെയാണ്. ഭഗവാന്റെ അത്ര ബലം ആർക്കെങ്കിലും ഉണ്ടോ? ആർക്കുമില്ല. ഏറ്റവും പ്രയാസം ഭഗവാനെയാണ് ജയിക്കാൻ. ഭഗവാൻ തന്നെ പറയുന്നുണ്ട്, എന്നെ അങ്ങ് ജയിച്ചല്ലോ എന്നാണ്. എന്നെ എങ്ങനെയാണ് ജയിച്ചത്? സ്നേഹം കൊണ്ട്, നിർവ്യാജമായ സ്നേഹത്തെ കൊണ്ട് അങ്ങ് എന്നെ ജയിച്ചിട്ടുണ്ട്. ഇനി എന്താ അങ്ങേക്ക് പ്രയാസം എന്നാണ് ഭഗവാൻ യുധിഷ്ഠിരനോട് ചോദിക്കുന്നത്. രാജസൂയ മഹായാഗ പ്രാരംഭത്തിൽ ദശമത്തിൽ കാണാം ആ രംഗങ്ങളൊക്കെ. അപ്പോൾ ഭഗവാന്റെ വാക്കിൽ ധൈര്യത്തോടു കൂടി നിൽക്കുന്ന യുധിഷ്ഠിരൻ്റെ എല്ലാ സംരക്ഷണവും ചെയ്യുന്നത് ആരാ? കൃഷ്ണനാണ്. ജരാസന്ധനെ നിഗ്രഹിക്കാൻ കൃഷ്ണനും ഭീമനും അർജുനനും കൂടി അദ്ദേഹത്തിൻ്റെ കൊട്ടാരത്തിലേക്ക് പോകുന്നു. വേഷപ്രച്ഛന്നരായിട്ടാണ്, ബ്രാഹ്മണ വേഷധാരികളായിട്ടാണ് ജരാസന്ധൻ്റെ അടുത്തേക്ക് ഇവർ പോകുന്നത്. ജരാസന്ധൻ, നമ്മൾ ഈ പുരാണങ്ങളിലെ കഥാപാത്രം ഒക്കെ എടുത്ത് പരിശോധിക്കുമ്പോൾ ഒക്കെ ദുഷ്ടന്മാരാണെന്ന് വിചാരിച്ച് മുഴുവനായി തള്ളിക്കളയാൻ വയ്യ. പല ഗുണങ്ങളും അവർക്കുണ്ട്. വലിയ ബ്രാഹ്മണ ഭക്തനായിരുന്നു ജരാസന്ധൻ. ആ ബ്രാഹ്മണരെ മുഴുവൻ സ്വീകരിച്ചു. 3 ബ്രാഹ്മണന്മാരെയും സ്വീകരിച്ച് ആദരിച്ച്, എൻ്റെ ശിരസ് വേണമെങ്കിൽ ഞാൻ തരാം എന്നാണ് ജരാസന്ധൻ ആ ബ്രാഹ്മണരോട് പറഞ്ഞത്. എന്ത് വേണമെങ്കിലും ഞാൻ തരാം. അത്രയും ബ്രാഹ്മണ ഭക്തി ആർക്കുണ്ട്? ജരാസന്ധന് ഉണ്ട് എന്നാണ്. അപ്പോൾ കൃഷ്ണൻ പറഞ്ഞത്, ഭക്ഷണം വേണോ ചോദിക്കുമ്പോൾ ഭക്ഷണമൊന്നും വേണ്ട, എന്നാൽ അന്നകാംക്ഷീണ, ഭക്ഷണം ആഗ്രഹിച്ചിട്ടല്ല ഞങ്ങൾ വന്നത്. ഇനിയോ ഞങ്ങൾക്ക് യുദ്ധം നോ ദേഹി, യുദ്ധമാണ് വേണ്ടത് എന്നാണ് പറഞ്ഞത്. ഞങ്ങൾക്ക് യുദ്ധം വേണമെന്ന് പറഞ്ഞു. അപ്പം തന്നെ ജരാസന്ധന് മനസ്സിലായി, നിങ്ങൾ ബ്രാഹ്മണരല്ല. ബ്രാഹ്മണർക്ക് എന്തിനാ യുദ്ധം? ബ്രാഹ്മണോ ഭോജനപ്രിയ. ബ്രാഹ്മണന്മാരെ സന്തോഷിപ്പിക്കുക എങ്ങനെയാ? നല്ല ഭക്ഷണം കൊടുത്തിട്ടാണ്. കാല് കഴിച്ചു കൂട്ടാണ് ഏറ്റവും വലിയ പ്രാധാന്യം. അപ്പം അങ്ങനെ ഇരിക്കെ നിങ്ങൾ യുദ്ധം വേണമെന്ന് പറയുമ്പോൾ നിങ്ങൾ ബ്രാഹ്മണരല്ല എന്ന് ഉറപ്പ്. യുദ്ധം ക്ഷത്രിയന്മാർക്ക് പറഞ്ഞതാണ്. നിങ്ങൾ ആരാ ചോദിക്കുമ്പോൾ
കൃഷ്ണൻ പരിചയപ്പെടുത്തി കൊടുക്കുന്നുണ്ട്. അമ്മാവൻ്റെ മക്കളാ, മൃഗോദരനാണ്, അർജുനനാണ്. ആട്ടെ, ഈ പരിചയപ്പെടുത്തുന്ന താൻ ആരാ ചോദിക്കുമ്പോൾ എന്നെ മനസ്സിലായില്ലേ, ഇവരുടെ അമ്മാവൻ്റെ മകനാണ് എന്നാണ് കൃഷ്ണൻ പറയുന്നത്. കൃഷ്ണൻ നേരിട്ട് ഞാൻ കൃഷ്ണനാന്ന് പറയുന്നില്ല, ഇവരുടെ അമ്മാവൻ്റെ മകനാ. ജരാസന്ധന് കുറച്ചൊന്ന് ദേഷ്യം വന്നു എന്നാണ്. കാരണം ഒന്നാമത് ഇവർക്ക് എത്ര അമ്മാവന്മാരുണ്ട് എന്ന് കണക്കെടുക്കണം, അവർക്ക് എത്ര ഭാര്യമാരെന്ന് വേറെ കണക്ക്, എത്ര മക്കളുണ്ട് എന്നുള്ള വേറെ കണക്ക്. അതൊക്കെ വലിയ ബുദ്ധിമുട്ടല്ലേ. ശരിക്ക് ആരാന്ന് പറയുമെന്ന് ചോദിച്ചപ്പോൾ കൃഷ്ണൻ എന്നങ്ങോട്ട് പറഞ്ഞപ്പോൾ ജഹാസോച്ചൈ എന്നാണ്, ഉച്ചത്തിലങ്ങോട്ട് ചിരിച്ചു എന്നാ ജരാസന്ധൻ. ഉച്ചത്തിലങ്ങോട്ട് ചിരിച്ചു. ചില ആൾക്കാരെങ്ങനെയാ, പേടി വന്നാൽ ചിരിക്കുക, പാട്ട് പാടുക, അങ്ങനെയൊക്കെ ഉണ്ട് അല്ലേ. ചിലപ്പോൾ രാത്രിയൊക്കെ ഇങ്ങനെ പാട്ട് കേൾക്കാം, വഴിയിലൂടെ അങ്ങനെ ഒരാൾ പോകുന്നുണ്ടാവും, പാട്ടും പാടി ഇങ്ങനെ പോവുക. എന്തേ, പേടിച്ചിട്ടാണ്, പേടി മറച്ചു വയ്ക്കാനാണ് ഈ പാട്ട്. അതുപോലെ ചില ആൾക്കാർ ഇങ്ങനെയാണ്, ചിരിക്കുക. കൃഷ്ണൻ അങ്ങോട്ട് കേട്ടപ്പോൾ നടുങ്ങിപ്പോയി ജരാസന്ധൻ എന്നാണ്. കാരണം 17 വട്ടം കൃഷ്ണൻ്റെ അടി നല്ലോണം കൊണ്ടുണ്ട് ജരാസന്ധൻ എന്നാണ്. 17 വട്ടം ഇവർ യുദ്ധം ചെയ്തിട്ടുണ്ട്. അടിയൊക്കെ നന്നായി കൊണ്ടിട്ടുള്ള ആളാണ് ജരാസന്ധൻ. കൃഷ്ണൻ അങ്ങോട്ട് കേട്ടപ്പോൾ പേടിച്ചു എന്നാണ്. ആ പേടി ഒളിപ്പിക്കാൻ വേണ്ടി ഉറക്കം അങ്ങോട്ട് ചിരിച്ചു. അങ്ങനെ ഗംഭീരമായിട്ടുള്ള യുദ്ധം അവിടെ ഉണ്ടായി. ഗജായുത സത്വവീര്യ എന്നാണ് ഭീമസേനനെ പറഞ്ഞത്. 10,000 ആനകളുടെ ബലമുള്ളവനാണ് ആര്? ഭീമസേനൻ. ഗംഭീരമായിട്ട് അവിടെ യുദ്ധം ചെയ്തു ഭീമസേനനും ജരാസന്ധനും കൂടി. ജരാസന്ധൻ ആ യുദ്ധത്തിന് മുമ്പ് നല്ല ആതിഥ്യ മര്യാദകളൊക്കെ കാണിക്കുന്നുണ്ട്. 1-ാം തരം ഗത ഭീമന് കൊടുത്തു എന്നാണ്. 2-ാം തരം ഗതയെ ജരാസന്ധൻ എടുത്തിട്ടുള്ളൂ. ആരെങ്കിലും അങ്ങനെ ചെയ്യുമോ? നമ്മളാണ് അങ്ങനെ ചെയ്യുമോ? ഏറ്റവും മോശമായിട്ടുള്ളത് എതിരാളിക്ക് കൊടുക്കുക എന്നല്ലേ ചെയ്യുള്ളൂ. എങ്ങനെയെങ്കിലും ജയിക്കണമെന്നേ ആഗ്രഹം ഉണ്ടാവുള്ളൂ. ഇവിടെ ജരാസന്ധൻ അങ്ങനെയല്ലേ ചെയ്തത്. 1-ാം തരം ഗത ആർക്ക് കൊടുത്തു? ഭീമസേനന് കൊടുത്തു. 2-ാം തരയെ ജരാസന്ധൻ എടുത്തിട്ടുള്ളൂ. ഗംഭീരമായിട്ടുള്ള യുദ്ധമായിരുന്നു. കൊമ്പനാനകൾ തമ്മിൽ കുത്തുന്ന മാതിരിയായിരുന്നു അവരുടെ യുദ്ധം എന്നാണ്. ഗംഭീരമായിട്ടുള്ള യുദ്ധം. കുറേ ദിവസം കഴിഞ്ഞപ്പോൾ ഭീമസേനൻ എഴുന്നേറ്റ്, രാത്രി ഇങ്ങനെ ഉറങ്ങിക്കിടക്കുന്ന സമയത്ത്, എല്ലാവരും ഉറങ്ങിക്കിടക്കുന്ന സമയത്ത് ഭീമസേനൻ എഴുന്നേറ്റ് നിലവിളിക്കുക. കൃഷ്ണൻ പെട്ടെന്ന് എഴുന്നേറ്റു. എന്താ ഏട്ടാ വിഷമം? എന്താ വിഷമെന്നോ, നിങ്ങൾക്കിവിടെ ഫ്രീ ആയിട്ട് ഭക്ഷണം, ഫ്രീ ആയിട്ട് ഗുസ്തി കാണാം, ഒക്കെ സൗജന്യമാണ്. ഞാനാണെങ്കിലോ നല്ലോണം കഷ്ടപ്പെടുന്നുണ്ട്. ജരാസന്ധൻ്റെ അടി കിട്ടി നുറുങ്ങാത്തൊരസ്ഥി പോലും എൻ്റെ ശരീരത്തിലില്ല എന്നാണ്. അത്ര ഭയങ്കരനാണ് ഈ ജരാസന്ധൻ. നിങ്ങൾക്ക് നല്ല സൗകര്യമാണ്, നിങ്ങൾക്ക് ഒന്നും വേണ്ട, ഇവിടെ ഇങ്ങനെ ഇരുന്നാൽ മതി. നല്ല നയനാനന്ദമാണ്. ഞങ്ങളുടെ ഗുസ്തി ഇങ്ങനെ കാണുക, കാശൊന്നും കൊടുക്കണ്ടല്ലോ, നല്ല ഭക്ഷണവും. ഞാനാണ് വളരെയധികം വേദന അനുഭവിക്കുന്നത്. ഞാൻ ഇവിടുന്ന് പോവുകയാണ്, ഇല്ലെങ്കിൽ എനിക്ക് ജീവൻ ഉണ്ടാവില്ല. ഞാൻ ഇപ്പം തന്നെ ഇവിടുന്ന് പോവുകയാണ്. നിങ്ങൾ ഏട്ടൻ യാഗം നടത്തുകയെ, നിങ്ങൾ നടത്തിക്കേ, എന്താ വെച്ചാൽ ചെയ്തോളൂ, ഞാൻ ഇവിടുന്ന് പോവുകയാണ് എന്ന് പറഞ്ഞതാണ്. അപ്പോൾ കൃഷ്ണൻ ചോദിച്ചു, എവിടെ ഏട്ടാ വേദന? അങ്ങനെ പ്രത്യേകിച്ച് സ്ഥലമൊന്നുമില്ല, എല്ലാം വേദനയാണ് എന്നാണ്. എന്നാൽ ഇപ്പം ഞാൻ ശരിയാക്കി തരാമെന്ന് പറഞ്ഞ കൃഷ്ണൻ എന്നിട്ട് തലോടി എന്നാണ് ഭീമസേനനെ. അതോടുകൂടി എല്ലാ വേദനകളും ഇല്ലാതായി ഭീമസേനന്. ജരാസന്ധനെ പിന്നീടങ്ങോട്ട് ജരാസന്ധനെ വധിക്കുകയാണ് ചെയ്യുന്നത് ഭീമസേനൻ. ഭീമസേനന് അതിഭയങ്കരനായിട്ടുള്ള ജരാസന്ധനെ നിഗ്രഹിക്കാൻ സാധിച്ചത് സാക്ഷാൽ ഭഗവാന്റെ കരുണ കൊണ്ട് മാത്രമാണ്. ജരാസന്ധൻ്റെ തടവറയിൽ കിടക്കുന്ന രാജാക്കന്മാരെ മുഴുവൻ മോചിപ്പിച്ച് ഭഗവാൻ അവരെയൊക്കെ അനുഗ്രഹിക്കുന്നുണ്ട്. ജരാസന്ധൻ്റെ തടവറയിൽ ധാരാളം രാജാക്കന്മാരുണ്ടായിരുന്നു. അവരെയൊക്കെ കാലഭൈരവന് ബലി കൊടുക്കാനായിട്ട് ഉദ്ദേശിച്ചതാണ് ജരാസന്ധൻ എന്നാണ്. ജരാസന്ധൻ്റെ അത്തരം പ്രവൃത്തിയൊന്നും വിജയിച്ചില്ല. ജരാസന്ധനെ നിഗ്രഹിക്കാൻ സാധിച്ചത്, ഭീമസേനന് ജരാസന്ധനെ നിഗ്രഹിക്കാൻ സാധിച്ചത് ഭഗവാൻ കൂടെയുണ്ടായി എന്നതുകൊണ്ട് മാത്രമാണ്. ഭഗവാന്റെ കരുണയാണ് ഇവിടെ പ്രകടമാകുന്നത്. രാജസൂയ മഹായാഗം
യാഗങ്ങളിൽ വെച്ച് ഏറ്റവും ശ്രേഷ്ഠമായിട്ടുള്ള യാഗമാണ് രാജസൂയ മഹായാഗം. ജരാസന്ധനെയൊക്കെ ജയിച്ച് തിരിച്ചു വന്നു കൃഷ്ണാർജുനന്മാർ ഭീമസേനൻ ഒക്കെ യുധിഷ്ഠിരൻ്റെ അടുത്തേക്ക് എത്തി. യുധിഷ്ഠിരൻ്റെ അടുത്ത് ഏട്ടൻ്റെ കേമത്തങ്ങനെ പറഞ്ഞു കൃഷ്ണൻ. ഭീമസേനൻ്റെ കേമത്തം, എന്താ ഭീമസേനൻ്റെ ആ യുദ്ധം, അതിഗംഭീരമായിട്ട് അവിടെ പോരാടി ജരാസന്ധൻ ചത്തു വീണു എന്നൊക്കെ പറയുമ്പോൾ യുധിഷ്ഠിരൻ്റെ കണ്ണുകളിൽ നിന്ന് കണ്ണുനീരിങ്ങനെ വാർന്നൊലിക്കുകയായിരുന്നു. ജരാസന്ധനെ നിഗ്രഹിക്കാൻ ഭീമന് സാധിച്ചു എങ്കിൽ അത് ഭഗവാന്റെ കരുണ കൊണ്ട് മാത്രം, ഭഗവാന്റെ വാത്സല്യം കൊണ്ട് മാത്രം. ഭഗവാന്റെ വാത്സല്യമില്ല, ഭഗവാന്റെ കരുണ ഇല്ല എങ്കിൽ ഒരിക്കലും ജരാസന്ധനെ നിഗ്രഹിക്കാൻ ആർക്ക് സാധിക്കില്ല? ഭീമസേനന് സാധിക്കില്ല എന്നാണ്. ശ്രേഷ്ഠമായിട്ടുള്ള രാജസൂയം, സാധാരണക്കാർക്ക് രാജസൂയം നടത്താനൊന്നും സാധിക്കില്ല. രാജാക്കന്മാരാണ് സ്വതവേ രാജസൂയം ചെയ്യുക. ചെറിയൊരു രാജാവിനൊന്നും രാജസൂയം ചെയ്യാൻ പറ്റിക്കൊള്ളണമെന്നില്ല. രാജസൂയ മഹായാഗം എന്ന് പറഞ്ഞാൽ അത്രയും ശ്രേഷ്ഠമായിട്ടുള്ള യാഗമാണ്. 27 മാസങ്ങൾ നീണ്ടു നിൽക്കുന്ന യാഗമാണെന്നാണ്. കുറച്ചൊന്നല്ല അതിൻ്റെ വിഷമം, 2 വർഷത്തോളം ഏകദേശം ഉണ്ടാവും. അനവധി നിഷ്ഠകളുണ്ട്. 6 സോമയാഗങ്ങൾ ചേർന്നതാണ് രാജസൂയം എന്നാണ്. ഒരു സോമയാഗം നടത്തുക എന്ന് പറഞ്ഞാൽ തന്നെ വലിയ ബുദ്ധിമുട്ടാണ്. അങ്ങനെ 6 സോമയാഗങ്ങൾ ചേർന്നതാണ് രാജസൂയം. മനുഷ്യന്മാർ രാജസൂയം ചെയ്തവർ വളരെ കുറവാണ്. ഒന്ന് സാക്ഷാൽ ഹരിശ്ചന്ദ്രൻ, സൂര്യവംശത്തിലെ ഹരിശ്ചന്ദ്രൻ രാജസൂയം ചെയ്തിട്ടുണ്ട്. അതിനുശേഷം പിന്നെ യുധിഷ്ഠിരനാണ് രാജസൂയ മഹായാഗം ചെയ്തത്. രാജസൂയ മഹായാഗം അത്രയധികം പ്രൗഢിയോടുകൂടി നടന്നു. ഒരു കുറവും ഇല്ലാതെ എല്ലാ അർത്ഥത്തിലും അത് വിജയം ഉണ്ടായി. അതിന് കാരണം ആരാ? ഭഗവാനാണെന്നാണ്. ഭഗവാന്റെ കരുണ കൊണ്ടാണ് അവിടെ വിജയം ഉണ്ടായത്. ഈ രാജസൂയ മഹായാഗത്തിൽ പത്ന്യാസ്തവാധിമഖക്ലപ്തമഹാഭിഷേകശ്ലാഘിഷ്ടചാരുകപരം ഹിതവൈ സഭായാം സ്പൃഷ്ടം വികീര്യ പതയോ പതിതാശ്രുമുഖ്യാ യസ്തസ്ത്രിയോ കൃതഹതേശ വിമുക്തകേശ. രാജസൂയ മഹായാഗം യുധിഷ്ഠിരനാണ് ചെയ്യുന്നത്. രാജാവ് യുധിഷ്ഠിരനാണ്. രാജപത്നിയായിട്ടുള്ള പാഞ്ചാലി അവിടെയുണ്ട്. അവിടെ മഹാഭിഷേകം എന്ന ചടങ്ങുണ്ട്. മഹാഭിഷേകം വളരെ പ്രധാനപ്പെട്ട ഒന്നാണ് രാജസൂയ മഹായാഗത്തിൽ. ദേവേന്ദ്രൻ വൃത്രവധം കഴിഞ്ഞ് മഹാഭിഷേകം നടത്തിയിട്ടാണ് മഹേന്ദ്രനായത് എന്ന് പറയും. അത്ര കേമപ്പെട്ടതാണ് ഈ മഹാഭിഷേകം. ഇവിടെ പാഞ്ചാലിയുടെ മുടി അത്രയധികം മനോഹരമാണ്. ആ മഹാഭിഷേകം ചെയ്യുക വഴി അത് പരിപാവനവും ആയി എന്നാണ്. മുടിക്ക് സൗന്ദര്യം മാത്രമല്ല പവിത്രതയും വന്നു മഹാഭിഷേകം ചെയ്യുക വഴി. അങ്ങനെയുള്ള പാഞ്ചാലി അത്രയും ശ്രേഷ്ഠയായിട്ടുള്ളവൾ, രാജസൂയ മഹായാഗത്തിൽ അത്രയധികം കീർത്തി ആർജിച്ചവൾ, പരിപാവനം ആയിട്ടുള്ളവൾ, അവളുടെ മുടി കിതവന്മാർ, ചതിയന്മാരായിട്ടുള്ള ആളുകൾ, ദുര്യോധനൻ്റെ ആജ്ഞപ്രകാരം ദുശാസനൻ അവളുടെ മുടി പിടിച്ച് വലിച്ച് സഭയിലേക്ക് കൊണ്ടുവന്ന് അവളെ അധിക്ഷേപിച്ചു. അത്രയധികം നികൃഷ്ടമായിട്ടുള്ളൊരു പ്രവൃത്തിയായിരുന്നു അത്. മഹാഭാരതത്തിലൊക്കെ ഗംഭീരമായിട്ട് പറയുന്ന കഥകളാണിതൊക്കെ. അവിടെ യുധിഷ്ഠിരനും ദുര്യോധനൊക്കെ ചൂത് കളിക്കുക എന്ന് പറഞ്ഞാൽ ദുര്യോധനൻ നേരിട്ട് ചൂത് കളിക്കുന്നില്ല. ദുര്യോധനന് വേണ്ടി ചൂത് കളിക്കുന്നത് ശകുനിയാണ്. കള്ളച്ചൂത് കളിച്ച് സർവ്വതും നഷ്ടപ്പെടുത്തി യുധിഷ്ഠിരൻ. എല്ലാം നഷ്ടമായി.
അങ്ങനെ എല്ലാം നഷ്ടപ്പെട്ട യുധിഷ്ഠിരൻ എല്ലാം പണയപ്പെടുത്തി, തന്നെയും തൻ്റെ പത്നിയെയും സഹോദരങ്ങളെയൊക്കെ പണയപ്പെടുത്തി കളിച്ചു. അവസാനം അടിമകളാകേണ്ടി വന്നു ഈ ദുര്യോധനാദികളുടെ. ദുര്യോധനൻ്റെ ആജ്ഞപ്രകാരം ദുശാസനൻ, അതിഭയങ്കരനായിട്ടുള്ള ദുശാസനൻ പവിത്രമായ, നേരത്തെ പറഞ്ഞില്ലേ, മഹാഭിഷേകത്താൽ പവിത്രമായ പാഞ്ചാലിയുടെ മുടി പിടിച്ച് ആ സഭയിലേക്ക് വലിച്ചടച്ചു. അത്രയും അമംഗളമായിട്ടുള്ളൊരു കാര്യമായിരുന്നു അത്. അങ്ങനെയുള്ള ഈ കിതവന്മാരെ മുഴുവൻ, ചതിയന്മാരെ മുഴുവൻ ഭഗവാന്റെ സഹായം കൊണ്ട് നമുക്ക് നിഗ്രഹിക്കാൻ സാധിച്ചു. ഏതുപോലെ വിമുക്തകേശ, ഹതേശ വിമുക്തകേശ, ഈ വിധവകളായി കഴിഞ്ഞാൽ മുടി കെട്ടിവെക്കില്ല എന്നാണ് പറയുക, മുടി അഴിച്ചിട്ടിടണം എന്നാണ്. അപ്പോൾ ഈ കൗരവാദികളുടെ, അതായത് ദുര്യോധനാദികളുടെ ഭാര്യമാർ, അവരുടെയൊക്കെ ഭാര്യമാർ പിന്നീട് അവർക്ക് മുടി കെട്ടിവെക്കേണ്ടി വന്നില്ല എന്നാണ്. എന്ന് പറഞ്ഞാൽ ഈ ദുര്യോധനാദികളെ മുഴുവൻ നാം നിഗ്രഹിച്ചു. അത് ഭഗവാന്റെ കരുണ കൊണ്ടാണ്. അതിൻ്റെ ഇടയ്ക്ക് വല്ലാതെ ഭയക്കുന്നുണ്ടായിരുന്നു പാഞ്ചാലി. എല്ലാം സൗമ്യമായിട്ട് സംസാരിച്ച് നന്നായി പര്യവസാനിക്കണം എന്ന ഉദ്ദേശത്തോടു കൂടി ഭഗവാൻ ദൂതിനായിട്ട് പോകാൻ ഉദ്ദേശിക്കുമ്പോൾ പാഞ്ചാലി ദേവി കൃഷ്ണനോട് പറയുന്നുണ്ട്, ഇതാ പതിതാശ്രുമുഖ്യ, ഭഗവാന്റെ പാദങ്ങളിൽ വീണ് നമസ്കരിച്ച് പറയുന്നുണ്ട്, എൻ്റെ ഈ മുടി അങ്ങൊന്ന് കണ്ടു വേണേ പോകാമെന്ന്. കാരണം ഒരു ശപഥം ചെയ്തിട്ടുണ്ട്. എന്താ ശപഥം? താൻ എപ്പോഴാണ് ഈ മുടി കെട്ടിവെക്കുക? ദുശാസനാദികൾ തൻ്റെ മുടി പിടിച്ച് വലിച്ചടച്ച് സഭയിൽ വസ്ത്രാക്ഷേപം ചെയ്ത് അപമാനിക്കാൻ ശ്രമിച്ചു. അന്ന് താൻ ശപഥം ചെയ്തു, ഇവരെ മുഴുവൻ ഭീമസേനൻ നിഗ്രഹിക്കും, എൻ്റെ ഭർത്താവായിട്ടുള്ള ഭീമസേനൻ നിഗ്രഹിക്കും, അതിനുശേഷമേ ഈ മുടി ഞാൻ ഇട്ടുവയ്ക്കുള്ളൂ. അപ്പോൾ ഈ മുടി ഒന്ന് കണ്ടിട്ട് വേണം അവിടുന്ന് ദുര്യോധനാദികളുടെ അടുത്തേക്ക് പോകാൻ എന്ന് പാഞ്ചാലി കൃഷ്ണനോട് പറയുന്നുണ്ട്. കൃഷ്ണൻ അവളെ ആശ്വസിപ്പിച്ചു, നീ വിഷമിക്കേണ്ട, അതൊക്കെ ഞാൻ ശരിയാക്കിക്കോളാം, എനിക്ക് ഒരു തീരുമാനമുണ്ട്, അല്ലേ, ഭഗവാന്റെ തീരുമാനമുണ്ട്, ആ തീരുമാനത്തിൻ്റെ അപ്പുറത്തേക്ക് ഒന്നും സംഭവിക്കില്ല. ഭഗവാൻ അവളെ അനുഗ്രഹിച്ചിട്ടുണ്ട്. അപ്പോൾ എല്ലാം മംഗളമായി പര്യവസാനിച്ചത് ഘോരന്മാരായ ഈ ദുര്യോധനാദികളെ മുഴുവൻ നിഗ്രഹിക്കാൻ സാധിച്ചത് ഭഗവാന്റെ വാത്സല്യം എന്നല്ലേ പറയുണ്ടു, ഭഗവാന്റെ കരുണ കൊണ്ട് മാത്രമാണ്. ഏതൊക്കെ തരത്തിലുള്ള അനുഗ്രഹ വർഷമാണ് നമുക്ക് ഭഗവാൻ സമ്മാനിച്ചത്. വനത്തിൽ നമ്മൾ കഴിയുമ്പോൾ ദുർവാസാവ് മഹർഷി അങ്ങോട്ടേക്ക് വരവുണ്ടായി. ദുർവാസാവ് മഹർഷി എന്ന് പറഞ്ഞാൽ കോപത്തിൻ്റെ അങ്ങേയറ്റാണ്. ദുര്യോധനനാൽ പ്രേരിതനായിട്ടാണ് ദുർവാസാവ് അങ്ങോട്ടേക്ക് വന്നത്. ദുര്യോധനാദികൾ ദുർവാസാവിനെ സമീപിച്ച് ആ മഹർഷിയുടെ അടുത്ത് പോയിട്ട് പറഞ്ഞു, മഹർഷേ, ഞങ്ങളുടെയൊക്കെ ഏട്ടൻ യുധിഷ്ഠിരൻ തുടങ്ങിയിട്ടുള്ള ആൾക്കാർ വനത്തിൽ താമസിക്കുന്നുണ്ട്. അവർക്ക് ശ്രേയസ് ഉണ്ടാവണം, സകല സൗഭാഗ്യങ്ങളുണ്ടാവണം, അതിന് അവിടുത്തെ അനുഗ്രഹം അനിവാര്യമാണ്. ദുർവാസാവിനാണെങ്കിൽ അനേകം ശിഷ്യന്മാരാണ്, ഒന്നും രണ്ടൊന്നല്ല, അനവധി ശിഷ്യന്മാരാണ്. അവിടുന്ന് ശിഷ്യന്മാരോടുകൂടി അവിടേക്ക് പോകണം, ഈ കാട്ടിൽ പോയി യുധിഷ്ഠിരാദികളുടെ ആതിഥ്യം അവിടുന്ന് സ്വീകരിക്കണം എന്ന് പറഞ്ഞു. ശരിയെന്നും പറഞ്ഞ് ദുർവാസാവ് അവിടേക്ക് പോവാൻ ഒരുങ്ങിയെന്നാണ്, അനവധി ശിഷ്യന്മാരോടൊത്ത്. ഇവർക്കാണെങ്കിൽ, ഈ യുധിഷ്ഠിരാദികൾക്കാണെങ്കിൽ ഒരു ദിവ്യമായിട്ടുള്ള പാത്രം കിട്ടിയിട്ടുണ്ട്, ഈ അക്ഷയപാത്രം. സാക്ഷാൽ സൂര്യദേവൻ സമ്മാനിച്ചതാണ്.
ഈ അക്ഷയപാത്രത്തിൽ നിന്ന് അനവധി ഭക്ഷണങ്ങൾ കിട്ടും. ആർക്കും എത്ര വേണമെങ്കിലും ഭക്ഷണം കൊടുക്കാൻ സാധിക്കുന്നതാണ്. പക്ഷേ അതിലെന്താ പ്രയാസം എന്നാണെങ്കിൽ പാഞ്ചാലി ദേവി ഭക്ഷിച്ചു കഴിഞ്ഞാൽ പിന്നെ അതിൽ നിന്ന് ഭക്ഷണം വരില്ല എന്നാണ്. അതാണ് അതിൻ്റെ ഒരു പ്രത്യേകത. ദുർവാസാവ് തുടങ്ങിയിട്ടുള്ള ഋഷിവര്യന്മാർ യുധിഷ്ഠിരൻ്റെ അടുത്തേക്ക് എത്തിച്ചേർന്നു. യുധിഷ്ഠിരൻ ഗംഭീരമായിട്ട് സ്വീകരിച്ചു. അദ്ദേഹത്തെ ഭക്ഷണത്തിനായിട്ട് ക്ഷണിച്ചു. പാഞ്ചാലി ഭക്ഷണം കഴിച്ചിട്ടുണ്ടോയെന്നൊന്നും ആരും നോക്കിയില്ല, യുധിഷ്ഠിരൻ നോക്കിയില്ല എന്നാണ്. അങ്ങനെയാണ് സ്വതവേ, അങ്ങനെയാണ് അല്ലേ? നമ്മുടെ വീട്ടിലേക്കും ആരെങ്കിലുമൊക്കെ കയറി വന്നാൽ അടുക്കളയിൽ ഭക്ഷണം ഉണ്ടോയെന്നൊന്നും ആരും നോക്കാറില്ല, പുരുഷന്മാരെ നോക്കാറില്ല. അതാണ് ഒരു സമ്പ്രദായം. കേമായിട്ട് ഭക്ഷണത്തിനൊക്കെ ആയിട്ട് ക്ഷണിച്ചു. ഇവർ സ്നാനം ചെയ്ത് വരാമെന്ന് പറഞ്ഞ് അവിടുന്ന് കുളിക്കാനായിട്ട് പുറപ്പെട്ടു. അപ്പോഴാണ് പാഞ്ചാലി ആകെ പ്രയാസപ്പെട്ടത്. താൻ ഭക്ഷണം കഴിച്ചു, ഇനിയിപ്പോൾ ഇതിൽ നിന്ന് ഭക്ഷണം കിട്ടില്ലല്ലോ, ഇത്രയും പേരെ എങ്ങനെയാണ് ഊട്ടുക? ആകെ കുടുങ്ങി. പാഞ്ചാലി ദേവി സാക്ഷാൽ സർവാത്മാവായ ശ്രീകൃഷ്ണനെ സ്മരിച്ചു. കൃഷ്ണ, കൈവിടല്ലേ, എങ്ങനെയെങ്കിലും രക്ഷിക്കണേ. മുമ്പും പാഞ്ചാലി ധാരാളം ഭഗവാനോട് സഹായം അഭ്യർത്ഥിച്ചിട്ടുണ്ട്. അപ്പോഴൊക്കെ ഭഗവാൻ വന്നിട്ടുണ്ട്. ഭഗവാന്റെ സ്വഭാവം എങ്ങനെയാണ്? ഭഗവാൻ ശരിക്കും എവിടെയാണ് വസിക്കുന്നത് ചോദിക്കുമ്പോൾ, ഭഗവാൻ എവിടെയുള്ളത് ചോദിക്കുമ്പോൾ, എവിടെയുള്ളത് നമ്മളൊക്കെ പറയാറുണ്ട് വൈകുണ്ഠത്തിലാണ് അല്ലേ? ഭഗവാൻ എവിടെയാണ്? വൈകുണ്ഠത്തിലാണ്. ഭഗവാൻ എവിടെയാണ്? വൃന്ദാവനത്തിലാണ്, അയോധ്യയിലാണെന്നൊക്കെ പറയാറുണ്ട്. പക്ഷേ ഭഗവാൻ നാരദനോട് പറയുന്നൊരു വാക്യമുണ്ട്. നാഹം വസാമി വൈകുണ്ഠേ ന യോഗി ഹൃദയേ പിച്ച മദ്ഭക്താ യത്ര ഗായന്തി തത്ര തിഷ്ഠാമി നാരദ. നാരദ, ഞാൻ എവിടെയുള്ളത്? നാഹം വസാമി വൈകുണ്ഠേ, വൈകുണ്ഠത്തിലല്ല കേട്ടോ. എന്നാ യോഗി ഹൃദയേപിച്ച, യോഗിമാരുടെ ഹൃദയത്തിലാണോ? അവിടെയൊക്കെ ഉണ്ട്. എന്നാ അവിടെ മാത്രമാണോ? അല്ല. പിന്നെയോ? മദ്ഭക്തായത്ര ഗായന്തി, എൻ്റെ ഭക്തന്മാർ എവിടെയാണോ എൻ്റെ നാമം ഉച്ചരിക്കുന്നത് അവിടെയാണ് കേട്ടോ ഞാനുള്ളത്. കൃഷ്ണ എന്ന് പാഞ്ചാലി വിളിക്കുമ്പോൾ പാഞ്ചാലിയുടെ അടുത്തേക്ക് കൃഷ്ണന് വരാണ്ടിരിക്കാൻ പറ്റുമോ? കൃഷ്ണൻ രുക്മിണിയുടെ അടുത്തായിരുന്നു ആ സമയത്ത്. രുക്മിണീ തൽപ്പത്തിൽ ഇരിക്കുകയായിരുന്നു. അപ്പോഴാണ് പാഞ്ചാലിയുടെ കൃഷ്ണ എന്നുള്ള വിളി കേട്ടത്. രുക്മിണിയെ തട്ടി മാറ്റിയും കൊണ്ട് പാഞ്ചാലിയുടെ മുമ്പിൽ പ്രത്യക്ഷനായി എന്നാണ്. എന്നിട്ട് കൃഷ്ണൻ പറഞ്ഞു, പാഞ്ചാലി വിശന്നിട്ട് നിർത്തിയില്ല, എന്തെങ്കിലും തരൂ. പാഞ്ചാലി പറഞ്ഞു, ഇവിടെ ഒന്നുമില്ല, ഞാൻ ഭക്ഷണം കഴിച്ചു, ഒന്നുമില്ല. അങ്ങനെയൊന്നല്ല, എനിക്ക് നല്ല വിശപ്പുണ്ട്, ആ പാത്രം ഇങ്ങോട്ട് കൊണ്ടുവരുമെന്നാണ്. അങ്ങനെ അക്ഷയപാത്രം കൊണ്ടുവന്നു. അതിന് നോക്കുമ്പോൾ ചെറിയൊരു ചീരയില ഉണ്ടായിരുന്നു. ആ ചീരയില അങ്ങോട്ട് ഭക്ഷിച്ചു. ഭഗവാന്റെ വിശപ്പ് മാറി. കുളിക്കാൻ പോയ ദുർവാസാവ് തുടങ്ങിയിട്ടുള്ള ഋഷിമാർ അവർക്കൊക്കെ തൃപ്തിയായി എന്നാണ്. അവരൊക്കെ വയറ് നിറഞ്ഞു. അവർ സംശയിച്ചു, ഇനിയിപ്പോൾ എന്താ ചെയ്യുക? ആകെ വിഷമിച്ചു അവർ. ഭഗവാന്റെ സംരക്ഷണയിൽ കഴിയുന്ന ആളാണ് യുധിഷ്ഠിരൻ. ഭഗവാന്റെ വലിയ ഭക്തനാണ്. ആ ഭക്തൻ്റെ ആതിഥ്യം സ്വീകരിച്ചില്ല എങ്കിൽ പ്രയാസമാണ്. ഭഗവത് ഭക്തന്മാരെ പരീക്ഷിക്കാൻ പുറപ്പെട്ട് ആകെ കുടുങ്ങിപ്പോയ ചരിത്രം നല്ലോണം ഉണ്ടാർക്ക് ദുർവാസാവിന്. നേരത്തെ അംബരീഷനെ പരീക്ഷിക്കാൻ പുറപ്പെട്ടതാണ്, ആകെ കുടുങ്ങിപ്പോയി. അവസാനം അംബരീഷൻ്റെ പാദത്തിൽ തന്നെ വീണ് നമസ്കരിക്കേണ്ടി വന്നു ദുർവാസാവിന്. ഭഗവാൻ തന്നെ കൈവിട്ടു എന്നാ. അഹം ഭക്തപരാധീനോ ഹ്യസ്വതന്ത്ര ഇവ ദ്വിജ, ഞാൻ ഭക്തപരാധീനനാണ്, എനിക്കൊന്നും ചെയ്യാൻ കഴിയില്ല. എൻ്റെ ഭക്തന്മാരെ സംബന്ധിച്ച് മതന്യത്തെ ന ജാനന്തി, എന്നെ മാത്രമേ എൻ്റെ ഭക്തന്മാർക്ക് അറിയുള്ളൂ. എല്ലാറ്റിനെയും ഉപേക്ഷിച്ച് എന്നെ മാത്രം സ്മരിച്ച് ജീവിക്കുന്നവരെ ഉപേക്ഷിക്കാൻ എങ്ങനെയാണ് ദുർവാസാവെ എനിക്ക് സാധിക്കുക എന്നാണ് ഭഗവാൻ ദുർവാസാവിനോട് ചോദിച്ചത്. ഇപ്പോൾ ഭഗവാന്റെ സംരക്ഷണയിൽ കഴിയുന്ന ആ ഭക്തന്മാരെ പരീക്ഷിക്കാൻ പുറപ്പെട്ട വലിയ കഷ്ടം തന്നെ. എന്തായാലും അവിടെ പോയിട്ട് ഭക്ഷണം കഴിക്കാണ്ടിരുന്നാൽ അതും ബുദ്ധിമുട്ടാണ്. ഭഗവാന്റെ അപ്രിയം ഉണ്ടാവും. ഭക്തൻ അപ്രിയം ഉണ്ടാവുക വഴി ഭഗവാനും അപ്രിയം ഉണ്ടാവും. അതുകൊണ്ട് ഇവിടുന്ന് എങ്ങനെയെങ്കിലും മുങ്ങാം എന്നുദ്ദേശിച്ച് അവർ അവിടുന്ന് പോയിന്നാണ്. അങ്ങനെ വലിയൊരു പ്രതിസന്ധി ഘട്ടത്തിൽ ഭഗവാൻ നമ്മളെയൊക്കെ രക്ഷിച്ചു.
ആ ദുർവാസാവിൻ്റെ ശാപത്തിൽ നിന്ന് നമ്മളൊക്കെ മുക്തരായി. അതിന് കാരണം എന്താ? ഈ ഭഗവാന്റെ വാത്സല്യമാണ്, ഭഗവാന്റെ കരുണയാണ്. പലതരത്തിലുള്ള ദിവ്യാസ്ത്രങ്ങളും എനിക്ക് ലഭിച്ചു. എത്രയെത്ര ദിവ്യാസ്ത്രങ്ങൾ! യത്തേജസാഥ ഭഗവാൻ യുധിശൂലപാണിർവിസ്മാപിത സഗിരിചോസ്ത്രമദാന്നിജം മേ. അനവധി ദിവ്യാസ്ത്രങ്ങൾ എനിക്ക് ലഭിച്ചിട്ടുണ്ട്. സാക്ഷാൽ മഹാദേവനിൽ നിന്ന് എനിക്ക് വരപ്രസാദമുണ്ടായി. ഭഗവാനെ തപസ് ചെയ്യാനായിട്ട് പുറപ്പെട്ടു. ദിവ്യാസ്ത്ര ലാഭത്തിനായിട്ട് മഹാദേവനെ തപസ് ചെയ്യാനായിട്ട് പുറപ്പെട്ടു. അർജുനൻ സാക്ഷാൽ മഹാദേവൻ്റെ പരമഭക്തനാണ്. കൃഷ്ണൻ്റെ കൂട്ടുകാരനാണെങ്കിലും സാക്ഷാൽ മഹാദേവൻ്റെ ഭക്തനാണ് അർജുനൻ. ശ്രീപരമേശ്വരനെ തപസ് ചെയ്തു. സാക്ഷാൽ മഹാദേവൻ അർജുനനെ പരീക്ഷിക്കാനായി ഒരു കാട്ടാള വേഷം സ്വീകരിച്ചു. കിരാതവേഷത്തിൽ. ആ കിരാതവേഷത്തിൽ അങ്ങോട്ടേക്ക് വന്നു. അപ്പോഴാണ് ഒരു മൂകാസുരൻ, ഒരു പന്നി അങ്ങോട്ടേക്ക് വന്നിരുന്നു. ആ പന്നിയെ അമ്പ ചെയ്ത് വീഴ്ത്താനായിട്ട് ഒരുങ്ങി സാക്ഷാൽ കിരാതമൂർത്തി. അർജുനനും പെട്ടെന്ന് പന്നിയെ അമ്പ ചെയ്തു. രണ്ടുപേരും ഒരേ സമയത്ത് ആ പന്നിയെ അമ്പ ചെയ്തു എന്നാണ്. പിന്നെ അവിടെ തർക്കമായി, ഗംഭീരമായിട്ടുള്ള യുദ്ധം ഉണ്ടായി. ആ കാട്ടാള വേഷധാരിയായിരിക്കുന്ന ഭഗവാന്റെ മുഷ്ടിപ്രഹരമേറ്റ് താഴേക്ക് വീണു അർജുനൻ എന്നാണ്. ബോധം പോയി. കുറച്ച് കഴിഞ്ഞ് എഴുന്നേറ്റു. എന്താ ഇതിനൊക്കെ കാരണം? സാക്ഷാൽ മഹാദേവനെ ഉപാസിച്ച് മഹാദേവനെ പ്രാർത്ഥിക്കുമ്പോൾ ഭഗവാനിൽ അർച്ചിക്കുന്ന പുഷ്പങ്ങളെല്ലാം ആ കാട്ടാളൻ്റെ മേലേക്കാണ് വീഴുന്നത്. മനസ്സിലായി സാക്ഷാൽ ശ്രീപരമേശ്വരനാണ് എന്ന്. ഭഗവാന്റെ പാദത്തിൽ വീണ് നമസ്കരിച്ചു. സാക്ഷാൽ മഹാദേവൻ ഗംഭീരമായിട്ടുള്ള അസ്ത്രം, മന്ത്രാസ്ത്രമാണ്, പാശുപതം എന്ന മന്ത്രാസ്ത്രം അർജുനന് സമ്മാനിച്ചു. അങ്ങനെ അനവധി ദിവ്യാസ്ത്രങ്ങൾ അർജുനന് സമ്പാദിക്കാൻ കഴിഞ്ഞു. അതൊക്കെ ഭഗവാന്റെ കരുണ കൊണ്ടാണ്, ഭഗവാന്റെ വാത്സല്യം കൊണ്ടാണ്. മഹേന്ദ്രഭവനെ, അവിടെ നിന്ന് പിന്നെ അർജുനൻ സ്വർഗലോകത്തിലേക്ക് പോകുന്നു. ഇന്ദ്രൻ്റെ അപേക്ഷയെ മാനിച്ച് സ്വർഗലോകത്തിലേക്ക് പോകുന്നു. സ്വർഗത്തിൽ പൂർണ്ണ സ്വാതന്ത്ര്യമായിരുന്നു അർജുനന്. എവിടെ വേണമെങ്കിലും നടക്കാം, ഇരിക്കാം, എന്ത് വേണമെങ്കിലും ആസ്വദിക്കാം. പൂർണ്ണ സ്വാതന്ത്ര്യമായിരുന്നു അർജുനന് സ്വർഗലോകത്തിൽ. ദേവന്മാരെല്ലാം അർജുനനെ ആദരവോടുകൂടി കണ്ടു. അവിടെ വെച്ച് ദേവന്മാർ അർജുനനെ ആശ്രയിച്ചു എന്നാണ്. നിവാത കവചന്മാർ തുടങ്ങിയിട്ടുള്ള ദുഷ്ടന്മാർ, ദേവന്മാർക്ക് പോലും പ്രയാസം അവരെ തോൽപ്പിക്കാൻ. നിവാത കവചൻ, കാലകേയൻ തുടങ്ങിയിട്ടുള്ള ദാനവന്മാർ, അവരെയൊക്കെ നിഷ്പ്രയാസം അർജുനൻ നിഗ്രഹിച്ച് ആ ഇന്ദ്രലോകത്തെ സംരക്ഷിച്ചു. ദേവകൾക്ക് പോലും അത്ഭുതം ഉളവാക്കുന്ന പല പ്രവൃത്തികളാണ് അർജുനൻ ചെയ്തിട്ടുള്ളത്. ഇതിനെല്ലാം കാരണം ഭഗവാന്റെ വാത്സല്യമാണ്, ഭഗവാന്റെ കനിവാണ്. ഭഗവാന്റെ കരുണ ഇല്ല എങ്കിൽ ഇതിനൊന്നും എനിക്ക് സാധിക്കില്ല മഹാരാജാവേ എന്ന് പറയാണ്. പിന്നെ അതിഭയങ്കരമായിട്ടുള്ളൊരു രണനദി, യദ്ബാന്ധവ കുരുബലാബ്ധിമനന്തപാരമേകോരഥേന, ഞാൻ ഏകനായി അതിഗംഭീരമായിട്ടുള്ള രണനദിയെ തരണം ചെയ്തിട്ടുണ്ട്. വിരാടദേശത്ത് പാണ്ഡവന്മാർ താമസിക്കുമ്പോൾ അവിടെ വെച്ച് ഭീമസേനൻ കീചകനെ കൊന്നു. അല്ലേ, മലയാളത്തിൽ ചൊല്ലു തന്നെ ഉണ്ട്, ഇത് ചത്തത് കീചകനെങ്കിൽ കൊന്നത് ഭീമൻ തന്നെ. കീചകനെ കൊല്ലാൻ ഭീമന് മാത്രമേ സാധിക്കുള്ളൂ എന്നാണ്. ഇത് ദുര്യോധനാദികളൊക്കെ അറിഞ്ഞു. ഇപ്പോൾ പാണ്ഡവന്മാരെവിടെയുണ്ട്? അവിടെ ഉണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത്. അങ്ങനെ ത്രികർത്ത രാജാവ്, സുശർമാവ് എന്ന പേരായിട്ടുള്ള രാജാവ്, ത്രികർത്ത രാജ്യത്തെ രാജാവ്, അയാളെ കൊണ്ട് വിരാടദേശത്തിലേക്ക്
അയാളെ വിരാട ദേശത്തിലേക്ക് പറഞ്ഞയച്ചു. വിരാട രാജാവ് അദ്ദേഹത്തെ ഈ തൃകർത്തൻ തോൽപ്പിക്കുന്നു. പിന്നീട് ഗംഭീരമായിട്ട് ഭീമസേനൻ വിരാട രാജാവിനെ തോൽപ്പിച്ചു. അവിടെ പിന്നീട് ഇതൊക്കെ മനസ്സിലാക്കി ദുര്യോധനാദികൾ യുദ്ധത്തിനായിട്ട് വരുന്നു. ദുര്യോധനൻ, കർണനൊക്കെ ഉണ്ട് അവിടെ. കർണൻ തുടങ്ങി അനവധി വീരന്മാർ ഗംഭീരമായിട്ടുള്ള യുദ്ധത്തിനായിട്ട് എത്തിച്ചേർന്നു. ഇത് അവിടുത്തെ ഉത്തരൻ എന്ന ആ രാജകുമാരനോട് പറഞ്ഞു. ഉത്തര രാജകുമാരൻ പറഞ്ഞു, അർജുനൻ എന്ന സാരഥി എനിക്കുണ്ടായിരുന്നുവെങ്കിൽ ഞാൻ നിഷ്പ്രയാസം ഇവരൊക്കെ നശിപ്പിക്കായിരുന്നു എന്നാണ്. ഇത് മനസ്സിലാക്കി അർജുനൻ അവിടെ ബൃഹന്തള എന്നുള്ള പേരിലാണ് താമസിക്കുന്നത്. ആ ബൃഹന്തള സാരഥ്യം ഏറ്റെടുത്തു. എന്നാ പോവുക എന്നും പറഞ്ഞ് ഗംഭീരമായിട്ട് യുദ്ധത്തിന് പുറപ്പെട്ടു. ഇവരങ്ങോട്ട് കണ്ടപ്പോൾ തന്നെ കിട്ടുകിട്ട വറയ്ക്കാൻ തുടങ്ങി ഉത്തരൻ എന്നാണ്. ഇവരോടൊക്കെ എങ്ങനെ യുദ്ധം ചെയ്യുക? അത്ര ഭയങ്കരന്മാർ. യാതൊരു പ്രയാസവും കൂടാതെ ആ ബൃഹന്തള എന്ന പേരായിട്ടുള്ള അർജുനൻ അവരെ മുഴുവൻ എതിർത്ത് തോൽപ്പിച്ചു എന്നാണ്. ഏകനായി ഈ ഘോരമായിട്ടുള്ള രണനദിയെ തരണം ചെയ്തു എന്നാണ്. അതിന് സാധിച്ചത് ഭഗവാന്റെ കൃപ കൊണ്ട് മാത്രം, ഭഗവാന്റെ കരുണ കൊണ്ട് മാത്രം. മറുകര കാണാൻ പറ്റാത്ത രണനദിയായിരുന്നു എന്നാണ്. അത്രയും ഭയങ്കരന്മാരായിരുന്നു. അവരെ മുഴുവൻ ഒരു പ്രയാസവും കൂടാതെ ഏകനായി നിന്ന് അവരെ മുഴുവൻ പോരാടി ജയിച്ചു എന്നാണ്. അവരോട് പോരാടി ജയിച്ചു. അത് ഭഗവാന്റെ കൃപ കൊണ്ടാണ് എന്നാണ്. പിന്നെ ഗംഭീരമായിട്ടുള്ള ഭാരതയുദ്ധം, 18 അക്ഷൗഹിണിപ്പട സന്നിഹിതമായിട്ടുള്ള യുദ്ധമാണ് മഹാഭാരത യുദ്ധം. അത്ര ഭയങ്കരമായിട്ടുള്ള യുദ്ധം. അതിൽ 11 അക്ഷൗഹിണിപ്പട ദുര്യോധന പക്ഷത്തായിരുന്നു. വെറും 7 അക്ഷൗഹിണി എവിടെ ഉണ്ടായുള്ളൂ? പാണ്ഡവ പക്ഷത്തുണ്ടായുള്ളൂ. എത്രയെത്ര വീരന്മാർ, യോദ്ധാക്കളാണ് കൗരവപക്ഷത്തുണ്ടായത്. ഭീഷ്മ കർണ കുരുശല്യ, അനവധി ആൾക്കാർ. ഭീഷ്മർ, കർണൻ, ശല്യർ, അങ്ങനെ അനവധി ആൾക്കാർ. അപ്പോൾ നേരത്തെ ഭീഷ്മസ്തുതിയിലും ഇതൊന്ന് പരാമർശിക്കുന്നുണ്ട്. ഭഗവാന് നിർദ്ദേശം കൊടുത്തു അർജുനൻ. എന്ത്? സേനയോരുഭയോർമധ്യേ രഥം സ്ഥാപയ മേച്യുത, അല്ലയോ അച്യുത, ഇരു സേനകളുടെയും നടുവിലായിട്ട് എൻ്റെ രഥം നിർത്തൂ എന്ന് പറഞ്ഞു. അങ്ങനെ അർജുനൻ്റെ നിർദ്ദേശപ്രകാരം കൃഷ്ണൻ ഇരു സേനകളുടെയും നടുവിലായിട്ട് ആ രഥം നിർത്തി. എന്നിട്ട് കൃഷ്ണൻ എല്ലാവരെയും ഒന്ന് പരിചയപ്പെടുത്തുക. ആരാ അവരൊക്കെ? ഭീഷ്മർ, ദ്രോണർ, ഓരോരുത്തരെ ഇങ്ങനെ നോക്കി ഇങ്ങനെ പരിചയപ്പെടുത്തുകയാണ്. അർജുനാണ് അവരൊന്നും അറിയാത്തത്. എന്താ ഈ നോട്ടത്തിൻ്റെ അർത്ഥം എന്നാണെങ്കിൽ, ഇവരുടെയൊക്കെ ആയുസ്സിനെ ഭഗവാൻ ഈ നോട്ടം കൊണ്ട് അങ്ങോട്ട് അപഹരിക്കുകയാണ് എന്നാണ്. ഭഗവാനെക്കുറിച്ച് എന്തൊക്കെയാണ് പറയുക? കള്ളന്മാരിൽ പെരുങ്കള്ളൻ എന്നൊക്കെ പറയാറുണ്ട്. ഒരു ഭക്തകവി വില്വമംഗലസ്വാമിയാർ ഭഗവാനെ പറയുന്നുണ്ട്. വ്രജേവസന്തം നവനീതചോരം വ്രജാംഗനാനാം ചതുകൂലചോരം അനേകജന്മാർജിത പാപചോരം ചോരാഗ്രഗണ്യം തമഹം ഭജാമി. ചോരന്മാരിൽ ഏറ്റവും വലിയ കള്ളൻ, അഗ്രഗണ്യനായിട്ടുള്ളവൻ, അവനാണ് കൃഷ്ണൻ എന്നാണ്. വൃന്ദാവനത്തിൽ താമസിച്ച്, ആ ഗോകുലത്തിലൊക്കെ താമസിച്ച വെണ്ണ കെട്ടു, പാല് കെട്ടു, തൈര് കെട്ടു, വ്രജസുന്ദരിമാരുടെ ചേല കെട്ടു, ജീവന്മാർ ചെയ്യുന്ന പാപങ്ങളെ മോഷ്ടിച്ചു. പല മോഷണങ്ങളും നടത്തുന്നുണ്ട്. അതിലൊന്നിതാ ആയുസ്സിനെയും ഭഗവാൻ അപഹരിക്കുന്നു. ഭഗവാൻ പറയുന്നുണ്ട്, നിമിത്തമാത്രം ഭവ സവ്യസാജിൻ, അല്ലയോ സവ്യസാജി അർജുന, നീ വെറും നിമിത്താണ് എന്ന്. ചെയ്യേണ്ടൊക്കെ ആര് ചെയ്തിട്ടുണ്ട്? ഭഗവാൻ ചെയ്യേണ്ടത് എന്നാണ്. ഭഗവാനൊക്കെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇത്രയും ധീരന്മാരായ ആൾക്കാരുടെ ആയുസ്സിനെ മുഴുവൻ
ഭഗവാൻ അപഹരിച്ചിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ടൊക്കെയാണ് ഇത്ര ഭയങ്കരന്മാരെ നേരിടാൻ നമുക്ക് സാധിച്ചത്, അവരെ തോൽപ്പിക്കാൻ, അവരെ കൊല്ലുവാൻ നമുക്ക് സാധിച്ചത്. എത്ര ഭയങ്കരമായിട്ടുള്ള രണനദിയായിരുന്നു. ഭീഷ്മദ്രോണ തടാജയദ്രഥ ജലാഗാന്ധാര നീലോപല ശല്യഗ്രാഹവതി കൃപേണ വഹനി. അത്ര ഭയങ്കരമായിട്ടുള്ള രണനദി. ഈ രണനദിയെ തരണം ചെയ്യാൻ സാധിച്ചത് കൈവർത്തക കേശവ. ഈ രണനദിയെ തരണം ചെയ്യാൻ സാധിച്ചത് നല്ലൊരു കടത്തുകാരനായി ഭഗവാൻ കൂടെ ഉണ്ടായി എന്നതുകൊണ്ട് മാത്രം. അതാണ്. അല്ലെങ്കിൽ നമുക്ക് ഈ കൗരവാദികളെ തോൽപ്പിക്കാൻ സാധിക്കില്ല. കർണൻ്റെ നാഗാസ്ത്രം, ഭഗദത്തൻ്റെ വൈഷ്ണവാസ്ത്രം, ഇതിൽ നിന്നൊക്കെ നമുക്ക് വിജയമുണ്ടായി. അതൊക്കെ ഭഗവാന്റെ കൃപയാണ് എന്ന് മനസ്സിലാക്കൂ. ഇനി ഭഗവാന്റെ സ്നേഹത്തോടെയുള്ള വിളി എനിക്ക് കേൾക്കാൻ സാധിക്കില്ലല്ലോ. എല്ലാ സമയത്തും ഭഗവാൻ ഒപ്പമുണ്ടായിരുന്നു. ഉണ്ണുമ്പോഴും ഉറങ്ങുമ്പോഴും എല്ലാ സമയത്തും ഭഗവാന്റെ സാമീപ്യം എനിക്കുണ്ടായിരുന്നു. ഭഗവാൻ തൻ്റെ ആ സൗന്ദര്യ രൂപം, സൗന്ദര്യ സർവസ്വമാകുന്ന ആ രൂപം ഇവിടുന്ന് മറച്ചു കളഞ്ഞു. ഇനി എനിക്ക് ഭഗവാന്റെ സ്നേഹത്തോടെയുള്ള വിളി കേൾക്കാൻ സാധിക്കില്ലല്ലോ. അത്രയും വാത്സല്യത്തോടെയാണ് കൃഷ്ണൻ എന്നെ വിളിക്കുക. ഹേ പാർത്ഥ അർജുന സഖേ, കൂട്ടുകാരാ. എത്ര വാത്സല്യത്തോടെയാണ് എന്നെ ഭഗവാൻ വിളിക്കുക. ഇനി ആ വിളി എനിക്ക് കേൾക്കാൻ സാധിക്കില്ലല്ലോ എന്നോർക്കുമ്പോൾ ലുഠന്തി ഹൃദയം, എൻ്റെ ഹൃദയം പൊട്ടിപ്പിളരാണ്. എങ്ങനെയായിരുന്നു നമുക്കിവിടെ ജീവിക്കാൻ സാധിക്കുക? ഭഗവാന്റെ മഹത്വത്തെ നമുക്ക് വേണ്ടതുപോലെ മനസ്സിലാക്കാൻ സാധിച്ചില്ല. ഭഗവാന്റെ പ്രഭാവത്തെ നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചില്ല. ഭഗവാൻ ദേഹത്യാഗം ചെയ്തതിനെ തുടർന്ന് ഭഗവാന്റെ പത്നിമാർ അവരെ സംരക്ഷിക്കുവാൻ എന്നോട് ആവശ്യപ്പെട്ടിരുന്നു. പക്ഷേ ഒരാളെ പോലും എനിക്ക് സംരക്ഷിക്കാൻ സാധിച്ചില്ല. ഭഗവാൻ തൻ്റെ ദേഹത്തെ ഉപേക്ഷിച്ചതോടുകൂടി എൻ്റെയും സകല പ്രഭാവങ്ങളും അസ്തമിച്ചു. സവ്യസാചി എന്നൊന്നും ഇല്ല ഇനി. അത്തരത്തിലുള്ള പ്രഭാവം ഒന്നും തന്നെ ഇനി തനിക്കില്ല. ഭഗവാന്റെ പ്രഭാവം മനസ്സിലാക്കാതെ യാദവന്മാർ തമ്മിലടിച്ച് മരിച്ചു എന്നാണ്. ഭഗവാന്റെ ദിവ്യങ്ങളായ ഉപദേശങ്ങളിൽ ശ്രദ്ധ വെച്ച് മനസ്സിനെയും ബുദ്ധിയെയും ഇന്ദ്രിയങ്ങളെയൊക്കെ സംശുദ്ധമാക്കി അർജുനൻ. ഗീതം ഭഗവതാ ജ്ഞാനം, ഭഗവാൻ നൽകിയ ദിവ്യമായ ജ്ഞാനം, ആ വേദാന്തസാരം, അതിനെ നന്നായിട്ട് ധ്യാനിച്ച് ദുഃഖമില്ലാത്ത അവസ്ഥയിലേക്ക് അർജുനൻ എത്തിച്ചേർന്നു. ഈ കാര്യങ്ങളെല്ലാം യുധിഷ്ഠിരനെ പറഞ്ഞ് ധരിപ്പിച്ചു അർജുനൻ എന്നാണ്. അർജുനൻ പറഞ്ഞ പോലെ തന്നെ ഭഗവാനാൽ ഉപേക്ഷിക്കപ്പെട്ട ഈ ലോകത്ത് ഇനി നമുക്കും ജീവിക്കേണ്ട ആവശ്യമില്ല. അദ്ദേഹം ആലോചിച്ചു. ഭഗവാന്റെ അവതാരം എന്ന് പറഞ്ഞാൽ അനവധി അവതാരങ്ങൾ ഭഗവാൻ സ്വീകരിച്ചിട്ടുണ്ട്. അവതാരങ്ങളെല്ലാം ഈ ഭൂമിയുടെ ഭാരം തീർക്കാനായിട്ട്. ഒരു നാടകം പോലെയാണ് ഭഗവാന് അവതാരങ്ങൾ മുഴുവൻ. ഒരു നാടകത്തിലൊരു ആൾ വേഷം ചെയ്യുമ്പോൾ ആ വേഷം പിന്നെ അഴിച്ചു വയ്ക്കും. അവതരണ സമയം കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ആ വേഷം അഴിച്ചു വയ്ക്കും. അത്രയേ ഉള്ളൂ. ഇതൊക്കെ പല അവതാരങ്ങൾ സ്വീകരിച്ച് ഈ ഭൂമിയുടെ ഭാരം തീർത്ത് ധർമ്മത്തെ വേണ്ടതുപോലെ പ്രകാശിപ്പിച്ച ഭഗവാൻ, ആ ഭഗവാനിൽ നമസ്കരിച്ച് യുധിഷ്ഠിരൻ പേരക്കുട്ടിയായ പരീക്ഷത്തിനെ രാജ്യമേൽപ്പിച്ച് മഹാപ്രസ്ഥാനത്തിന് തയ്യാറാവുകയാണ്. യുധിഷ്ഠിരൻ്റെ ഒപ്പം തൻ്റെ സഹോദരങ്ങളും പാഞ്ചാലി ദേവിയും. കുന്തിമാതാവാകട്ടെ ഭഗവാന്റെ മഹത്വത്തെ തന്നെ ചിന്തിച്ച്
ആ യോഗാഗ്നിയിൽ ദേഹത്തെ അങ്ങോട്ട് ദഹിപ്പിച്ചു, ഭഗവാനിലേക്ക് അങ്ങോട്ട് എത്തിച്ചേർന്നു എന്നാണ്. യുധിഷ്ഠിരാദികളുടെ മഹാപ്രസ്ഥാനം മഹാഭാരതത്തിൽ നിന്ന് വ്യത്യാസപ്പെടുത്തിയിട്ടാണ് ഭാഗവതത്തിൽ പറഞ്ഞത്. ഭാഗവതത്തിലെ മഹാപ്രസ്ഥാനം സന്യാസധർമ്മം തന്നെയാണ്. മഹാഭാരതത്തിൽ മഹാപ്രസ്ഥാനം ഈ യുധിഷ്ഠിരാദികൾക്കൊക്കെ സ്വർഗം ലഭിച്ചു എന്നാണ് മഹാഭാരതത്തിലെ കഥ. ഭാഗവതത്തിൽ അങ്ങനെയല്ല, സകലർക്കും കിട്ടിയത് മോക്ഷമാണ്. യുധിഷ്ഠിരാദികൾക്കൊക്കെ മോക്ഷം ലഭിച്ചു എന്നാണ്. രാജകീയമായിട്ടുള്ള ഭോഗങ്ങൾ മുഴുവൻ ഉപേക്ഷിച്ചു, സന്യാസധർമ്മത്തിൽ എത്തിച്ചേർന്നു അവർ. സന്യാസധർമ്മം വളരെ പ്രധാനപ്പെട്ട ധർമ്മമാണ്. എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്നതല്ല സന്യാസം. എല്ലാവരും ചെയ്യണമെന്നും പറഞ്ഞിട്ടില്ല. എല്ലാവരും ചെയ്യണമെന്നും പറഞ്ഞിട്ടില്ല സന്യാസം. അത്രയും ഇന്ദ്രിയങ്ങളും ബുദ്ധിയും മനസ്സുമൊക്കെ പാകപ്പെട്ടാൽ മാത്രമേ എന്ത് ചെയ്യണ്ടൂ? സന്യാസം ചെയ്യണ്ടൂ. എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്നതുമല്ല സന്യാസം. സന്യാസം എന്ന് പറഞ്ഞാൽ തന്നെ സമ്യക്കാവുമെന്നുള്ള ന്യാസാണ്, ഉപേക്ഷിക്കണം. ഏഷണാത്രയങ്ങളെ ത്യജിക്കണം. ലോകേഷണ, പുത്രേഷണ, വിത്തേഷണ, അങ്ങനെ 3 ഏഷണകളുണ്ട്. ലോകത്തോടുള്ള താല്പര്യം, ഈ പ്രപഞ്ചത്തോടുള്ള താല്പര്യം. പുത്രേഷണ, ഭാര്യാപുത്രാദികളോടുള്ള താല്പര്യം. ധനേഷണ, ധനത്തോടുള്ള താല്പര്യം. ഇതൊക്കെ ഒരാളെ സംബന്ധിച്ച് ഉപേക്ഷിക്കുക എന്ന് പറഞ്ഞാൽ എളുപ്പമുള്ള കാര്യമല്ല, വളരെ പ്രയാസമുള്ള കാര്യമാണ് ഈ ഏഷണകളെ ഉപേക്ഷിക്കുക എന്നത്. ഈ ഏഷണകളെയൊക്കെ ഉപേക്ഷിച്ചാണ് സന്യാസത്തിലേക്ക് പ്രവേശിക്കേണ്ടത്. വളരെയധികം പ്രധാനപ്പെട്ട ആശ്രമമാണ് സന്യാസം. ആ സന്യാസധർമ്മത്തിലേക്ക് യുധിഷ്ഠിരാദികൾ എത്തിച്ചേർന്നു. സാക്ഷാൽ വിതുരമഹാശയർ പ്രഭാസത്തിൽ വെച്ച് ഭഗവത്ഗതിയെ പ്രാപിച്ചു. ബാക്കിയുള്ളവർ ഭഗവാന്റെ തൃപാദത്തിൽ ലയിച്ച് ചേരുന്നു. മോക്ഷപ്രാപ്തി അവർക്കൊക്കെ ലഭിച്ചു എന്നാണ്. ഈ പാണ്ഡവന്മാരുടെ ഭഗവാനെ ആശ്രയിച്ച ഈ മഹാത്മാക്കളുടെ ചരിതം ആരാണോ ശ്രദ്ധയോടെ കേൾക്കുന്നത്, ശ്രദ്ധയോടെ പഠിക്കുന്നത്, അവർക്ക് ഭക്തി ലഭിച്ച് പരമപദം പ്രാപിക്കാം എന്നാണ് പറഞ്ഞത്. ഭക്തി എന്ന് പറഞ്ഞാൽ ഏറ്റവും വലിയ ധനമാണ്. ജീവിതത്തിൽ കിട്ടാവുന്ന ഏറ്റവും വലിയ ധനമാണ് ഭക്തി എന്നത്. അത്രയധികം മഹത്വമുണ്ട് ആ ധനത്തിന്. അതുകൊണ്ടാണ് ഭക്തന്മാർ ഭക്തിയെ തന്നാലും മാരുതേശ എന്ന് ഗുരുവായൂരപ്പനോട് പ്രാർത്ഥിക്കുന്നത്. ഭക്തി തരണേ എന്ന്. നിർവ്യാജമായ സ്നേഹമാണ് ഭക്തി. ഈ ഭക്തി കൊണ്ട് എന്താ സാധിക്കാത്തത്? എല്ലാം സാധിക്കുന്നതാണ്. ഭക്തിസൂത്രത്തിൽ നാരദ മഹർഷി പറയുന്നുണ്ട്, യല്ലബ്ധ്വാ തൃപ്തോ ഭവതി, യല്ലബ്ധ്വാ സിദ്ധോ ഭവതി, യല്ലബ്ധ്വാ മുക്തോ ഭവതി, തദൈവ സാധ്യതാം. യാതൊന്ന് ലഭിച്ചാൽ തൃപ്തനായിട്ടിരിക്കാൻ സാധിക്കുമോ? യാതൊന്ന് ലഭിച്ചാൽ മുക്തനായിട്ടിരിക്കാൻ സാധിക്കുമോ? യാതൊന്ന് ലഭിച്ചാൽ അമരത്വം പോലും സാധിക്കുമോ? അതിനെ സാധിച്ചോളൂ എന്നാണ്. അത് ഭക്തി കൊണ്ടാണ് സാധിക്കുക എന്നാണ്. ആ ഭക്തന്മാരുടെ കഥ, പാണ്ഡവന്മാരുടെ കഥ ഭഗവാന്റെ തൃപാദങ്ങളിൽ സമർപ്പിക്കുകയാണ്. എന്തെങ്കിലും പിഴവുകൾ വന്നു പോയിട്ടുണ്ടെങ്കിൽ ക്ഷമിക്കണേ എന്ന് പ്രാർത്ഥിച്ച് സർവ്വതും ഭഗവാന്റെ ശ്രീപാദകമലങ്ങളിൽ സമർപ്പിക്കുകയാണ്. കായേന വാചാ മനസേന്ദ്രിയേർവാ ബുദ്ധ്യാത്മനാ വാ പ്രകൃതേ സ്വഭാവാത് കരോമി യദ്യൽ സകലം പരസ്മൈ നാരായണായേതി സമർപ്പയാമി. സർവത്ര ഗോവിന്ദനാമസങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. ഹരി ഓം. ഇതുവരെ പാണ്ഡവരുടെ മഹാപ്രസ്ഥാനം എന്ന വിഷയത്തെ അധികരിച്ച് നമ്മളോട് സംസാരിച്ച ആദരണീയനായ ഭാഗവതാചാര്യൻ ബ്രഹ്മശ്രീ
ശ്രീരാജ് ചെറുവറ്റ കോഴിക്കോട് അവർക്ക് സത്ര സമിതിയുടെയും ഭക്തജനങ്ങളുടെയും നന്ദി രേഖപ്പെടുത്തുന്നു. അടുത്ത പ്രഭാഷണം